കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ഈ എപ്പിസോഡ് ഒരു വ്യത്യസ്തമായ മേഖലയിലൂടെ സഞ്ചരിക്കുന്നത്. ജീവന സംസ്കൃതി എന്ന സംഘടന 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. അപ്പോൾ ഈ ജീവന സംസ്കൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുരക്ഷിതമായ ലൈംഗിക ബന്ധം, സെക്സിനെക്കുറിച്ച് അല്ലെങ്കിൽ ലൈംഗികതയെക്കുറിച്ച് പല തരത്തിലുള്ള ചിന്തകളാണ് മനുഷ്യൻ്റെ ബോധത്തിലുള്ളത്. നമ്മളൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു വിഭാഗമുണ്ട്, വേശ്യകൾ, അഭിസാരികകൾ, കണ്ണൂരിലെ ലോക്കൽ സ്ലാങ്ങിൽ പാട്ടകൾ, സ്വർഗ രതിക്കാർ, അങ്ങനെ കുറേ മനുഷ്യരെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം. ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ രാത്രികാല സഞ്ചാരികളായിരുന്ന ഒരു കാലത്തെ അങ്ങനെയുള്ള മനുഷ്യരുടെ പുനരധിവാസത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു സംഘടനയാണ് ജീവന സംസ്കൃതി. കണ്ണൂർ നഗരത്തിൽ മാത്രം ഒരു കാലത്ത് 300-ലേറെ മനുഷ്യർ ഇത്തരത്തിലുണ്ടായിരുന്നു. ഇന്നത് 1 ഡസനിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. ഈ സംഘടനയുടെ പ്രവർത്തന പശ്ചാത്തലത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുകയാണ്. ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ അവകാശമുള്ള കുറേ മനുഷ്യരുണ്ട്. അവരിങ്ങനെ നിഴലായി രാത്രികാലങ്ങളിൽ മാത്രം സഞ്ചരിച്ചിരുന്നവരായിരുന്നു. ആ മാറ്റങ്ങൾ വരുത്തിയ ഒരു സംഘടനയുടെ പ്രവർത്തന പദങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് ഇന്നത്തെ സക്സസ് സ്റ്റോറി. അപ്പോൾ ജീവന സംസ്കൃതിയുടെ സ്ഥാപകൻ ഡോക്ടർ ജെ പള്ളത്തും അതിൻ്റെ സെക്രട്ടറി PM സാജിദും സക്സസ് സ്റ്റോറിയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. പ്രേക്ഷകർക്കും ഒപ്പം പള്ളത്തിനും സാജിദിനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഈ സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറേ സക്സസ് ആയ മനുഷ്യന്മാരെ പുറകെ ഞങ്ങളിങ്ങനെ സഞ്ചരിക്കലാണ്. സമ്പന്നർ, വ്യവസായ പ്രമുഖർ, മന്ത്രിമാർ, MLA മാർ, അങ്ങനെ IAS-കാരായി. പക്ഷേ നിങ്ങളും ഒരു സക്സസ് ആയ ഒരു വിഭാഗമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ തേടി വന്നത്. ആദ്യം ജീവന സംസ്കൃതി എന്താണെന്നൊരു ചോദ്യമാണ് പള്ളത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്. ജീവന സംസ്കൃതി അങ്ങനെ ഉണ്ടായി വന്നതാണ്. കാരണം ഞാൻ സംസ്കൃതി എന്ന് പറഞ്ഞൊരു സാംസ്കാരിക സംഘടന കണ്ണൂർ പരിയാരത്ത് മെഡിക്കൽ കോളേജിനടുത്ത് ആരംഭിച്ചു. ഞാൻ എൻ്റെ ഡിഗ്രി എല്ലാം കഴിഞ്ഞതിന് ശേഷം, ആന്ത്രപ്പോളജിയിൽ PhD എല്ലാം കഴിഞ്ഞതിന് ശേഷം കോളേജിലും പഠിപ്പിക്കണം, അതേ സമയത്ത് പാർട്ട് ടൈം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. അപ്പോഴാണ് ഈ PSH പ്രോജക്റ്റ്, അല്ലാതെ ഒരു KS ആക്ടിൻ്റെ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ ഈ എയ്ഡ്സ് അന്ന് വളരെ വ്യാപകമായിട്ടുണ്ടായിക്കൊണ്ടിരുന്ന കാലമാണ്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്ന കാലമാണ്. അപ്പോൾ ഇത് 2 തരത്തിലാണ് ഈ HIV എയ്ഡ്സ് അന്ന് വ്യാപിക്കുന്നത്. അത് സെക്സ് വർക്ക്സിലൂടെ മെയിനായിട്ട് അന്ന് 2 തരത്തിലുള്ള സെക്സ് വർക്കേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. സ്ത്രീ ലൈംഗിക തൊഴിലാളികൾ, 2 MSM അല്ലെങ്കിൽ മെൻ ഹാവിങ് സെക്സ് വിത്ത് മെൻ എന്നാണ് അന്നത്തെ ട്രാൻസ്ലേഷൻ. വെച്ചുള്ള പുരുഷ ലൈംഗിക തൊഴിലാളികൾ, ലൈംഗിക തൊഴിലാളികൾ. സ്വവർഗരതിക്കാരെല്ലാം ലൈംഗിക തൊഴിലാളികളല്ല, അതിലൊരു പോർഷൻ മാത്രമേ. അപ്പോൾ ഇവരാണ് HIV പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ വ്യാപിപ്പിക്കുന്നത് എന്നൊരു ചിന്ത അന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ വേറെ പല രീതികളുണ്ട്. ഇവരുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇവരിലൂടെ അത് പകരുന്നത് തടയാനായിട്ടുള്ള ഒരു പ്രോജക്റ്റായിരുന്നു PSH പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോമായിട്ട് പറയുന്നത് പാർട്ണർഷിപ്പ് സെക്ഷൽ ഹെൽത്ത്, സുരക്ഷിതമായ ലൈംഗിക ബന്ധം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ സംസ്കൃതി എന്ന് പറഞ്ഞ സംഘടന എന്തായിരുന്നു? ആദ്യം അതെന്തായിരുന്നു? ആദ്യം അതിപ്പോഴും അതെ. ആദ്യം അത് സാംസ്കാരിക വിശകലനത്തിന് വേണ്ടിയും അടിസ്ഥാന വർഗങ്ങളുടെ സംസ്കാരങ്ങളുടെ ലോകവീക്ഷണവും അതിൻ്റെ മൂല്യാധിഷ്ഠിതവും അവരെങ്ങനെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ മഹത്വവും, അതായത് അടിസ്ഥാന വർഗങ്ങളുടെ സംസ്കാരത്തിൻ്റെ മഹത്വം ലോകത്തിനോട് അറിയിക്കുന്ന അതായിരുന്നു സംസ്കൃതി. അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനുള്ള മനസ്സെങ്ങനെയുണ്ടാകുന്നത്? ഞാനൊരു ആന്ത്രപ്പോളജിസ്റ്റ് ആയിരുന്നു. ആന്ത്രപ്പോളജിസ്റ്റുകൾ ഒത്തിരി ഉണ്ടല്ലോ. അല്ല, ഉണ്ട്. എന്തുകൊണ്ട് താങ്കൾ ആ മേഖലയിലേക്ക് പോകുന്നു എന്നുള്ളത് എൻ്റെ ഒരു പശ്ചാത്തലം കൂടിയാണ്. അതായത് ഞാനൊരു ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ഒരു റിലീജിയസ് കോൺഗ്രിഗേഷൻ, ഈശോ സഭ അല്ലെങ്കിൽ ജെസ്യൂട്ട്സ് എന്ന് പറയുന്ന സംഘടനയായിരുന്നു. അതിൻ്റെ അന്നത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം
ആ, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. അപ്പോൾ യേശുവിൻ എന്ന് പറഞ്ഞാൽ യേശു നീതിക്ക് വേണ്ടി നിലപാടെടുത്തയാൾ. വിശ്വാസം എന്ന് പറഞ്ഞാൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട മിഷനായിരുന്നു അത്. അപ്പോൾ ഞാനത് ഗൗരവമായിട്ട് എടുക്കുകയും അതിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ എങ്ങനെയാണോ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട പ്രധാനപ്പെട്ട ദളിത്, ആദിവാസി, നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ, ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ അവരെ ഇങ്ങനെ ശാക്തീകരിക്കാനായിട്ട് സാംസ്കാരിക വശത്തിലൂടെ എങ്ങനെ സാധിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ അന്വേഷണം. സംസ്കൃതിയുടെ ലക്ഷ്യം അതായിരുന്നു. സംസ്കൃതിയുടെ ലക്ഷ്യം അതായിരുന്നു. അതെ, അതിനുവേണ്ടിയാണ് സംസ്കൃതി സ്ഥാപിച്ചത്. യെസ്, നമുക്ക് തിരിച്ചു വരാം. താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് സാജിദ് ഒരു ചെറുപ്പക്കാരൻ, ഈ 25 വർഷം മുമ്പ് ഈ ലൈംഗിക തൊഴിലാളികളുടെ സമൂഹം അറപ്പോടെയും വെറുപ്പോടെയും രാത്രി അവരെ സ്വീകരിക്കാൻ പോകുന്ന രാത്രിയുടെ മറവിലാണ് പോയിരുന്നത്. അവരെ സമൂഹം കണ്ടിരുന്നതും ഒരു അറപ്പോടെയും വെറുപ്പോടെയായിരുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ സുരക്ഷിതമാക്കാൻ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി പുറപ്പെടുക എങ്ങനെ സാധിച്ചു? എന്തുകൊണ്ട്? ഞാൻ പിന്നെ ഒരു ബീഡിത്തൊഴിലാളി കുടുംബത്തിൽ, അല്ലെങ്കിൽ പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് എൻ്റെ അമ്മാവന്മാർക്ക് ബീഡിത്തൊഴിൽ ചെയ്തു. അതിനുശേഷം ചുമട്ടു തൊഴിലാളികൾ എൻ്റെ കുടുംബം ദേശം. അപ്പോൾ ഈ നഗരത്തിൽ അത്രയും എനിക്ക് ചെറുപ്പം മുതലേ നഗരം അറിയാം. നഗരത്തിലാണോ വീട്? നഗരത്തിലാണ്. എവിടെയാണ് വീട് വരുന്നത്? പാറക്കണ്ടി എന്ന് പറയുന്ന പ്രദേശമാണ്. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് നേരെ ബാക്കിൽ അവിടെ ഒരു ചെട്ടിയാറ് കുളമുണ്ട്, പാറക്കണ്ടി ഉണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചത് ഈ പാറക്കണ്ടി സ്കൂളിലാണ്. ഈ പാറക്കണ്ടി സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്തെ 3ാം ക്ലാസ് വരെയാണ് അവിടെ സ്കൂൾ ഉള്ളത്. ഞാൻ ഈ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ ഈ ഉപ്പില, നമ്മൾ ഉപ്മാവ് നിന്ന് ഉപ്പില പറിക്കണമെങ്കിൽ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ പോകണം. അപ്പം ഈ സെക്സ് വർക്കേഴ്സ് ആയിരുന്നു അന്ന് എനിക്ക് ഉപ്പില പറിച്ചു തരുന്നത്. എൻ്റെ എനിക്കൊരു 8 വയസ്സുള്ള സമയത്ത് എൻ്റെ ഒരു ഓർമ്മയിലുള്ളതാണ്. അന്നത്തെ സെക്സ് വർക്കറെ ഞാൻ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അന്ന് ആ ചെറുപ്പം മുതലേ ഇവരെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രദേശമായിരുന്നു ഈ ചെട്ടിയാറക്കുളം, അതേപോലെ ഈ റെയിൽവേ ട്രാക്ക്, നമ്മുടെ അണ്ടർ ബ്രിഡ്ജിന് സമീപമുള്ള പ്രദേശമൊക്കെ ഈ സെക്സ് വർക്കേഴ്സിനെ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് നമുക്ക് എത്തില്ല. അപ്പോൾ അവർ വേഗം പറിച്ചു തരും. പിന്നെ നമ്മളെ വേഗം അവിടെ നിന്ന് ഒഴിവാക്കാൻ. കുട്ടികൾ വരുമ്പോൾ വേഗം തന്നെ അവർക്ക് അറിയാം, വെല്ലടിച്ചാൽ നമ്മൾ ഓടിപ്പോവും. അന്നിങ്ങനെ വാഹന ഗതാഗതമൊന്നും ഇല്ലല്ലോ, ഇത്ര വാഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അന്നേ ഞാൻ ഇവരെ കാണുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ചെറുപ്പം മുതലേ എനിക്ക് ആഗ്രഹം ഒരു ഡോക്ടർ ആവണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ മൈൻഡ് സെറ്റ്. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും ഞാനും ഈ ചുമട്ട് മേഖലയിലേക്ക് എത്തിപ്പെടുന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഉണ്ടായത്. പക്ഷേ ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തന രംഗത്ത് അന്നേരെ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യും. ഈ സാക്ഷരതാ പ്രവർത്തനത്തിന് ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലെ ആ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധയുണ്ട്. അങ്ങനെയാണ് ഞാനൊക്കെ ഒരു 22 വയസ്സായ സമയത്ത് ഞാൻ ചുമട്ട് തൊഴിലൊക്കെ എടുത്തിട്ടുണ്ട്. ആ സമയത്താണ് ഇങ്ങനെ ഇവിടെ സ്ഥാപനം ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള തന്നെ സിസിലി ജെയിംസ് എന്ന് പറഞ്ഞൊരു കൗൺസിലറുണ്ട്. അവർ തെക്കി ബസാറിലാണ് താമസിച്ചത്. അപ്പോൾ അന്ന് അവിടുത്തെ KP സുധാകരൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പാർട്ടി നേതാവ്, CPM ഏരിയ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം അദ്ദേഹത്തോട് ചോദിച്ചു. കണ്ണൂർ അന്ന് ഉള്ളവരെല്ലാം പുറത്തുനിന്ന് വന്നവരായിരുന്നു, ജീവന സംസ്കൃതിയിലുള്ള സ്റ്റാഫ്. അതിലൊരു സ്റ്റീഫാട്ട് എന്ന് പറഞ്ഞ ആൾ മാത്രമാണ് നമുക്ക് ഇവിടെ ഉള്ളവരുണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഉണ്ട്, ആരും പറ്റിയ ആളുണ്ടോ? അപ്പോൾ എൻ്റെ നാട്ടിലുള്ള പ്രകാശേട്ടൻ പറഞ്ഞു, സാജിദ് നീ ഒന്ന് പോയി നോക്കുന്നു, എനിക്ക് ചിലപ്പോൾ സൂട്ടബിൾ ആവും, അതെന്തോ HIV AIDS എന്നൊക്കെയാണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല, നീ ഒന്ന് പോയി. അങ്ങനെ എന്നോട് പറഞ്ഞേ. അതെന്തൊക്കെയോ നമ്മളെ എന്തോ ഒരു മോശം പറ്റിയ പണിയല്ല, നീ എന്തായാലും പോയി നോക്കെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വന്നു. ഞാൻ അന്ന് പള്ളത്തച്ഛനെയും, അന്ന് എബ്രഹാം മാത്യു സാറായിരുന്നു ഇതിൻ്റെ ഒരു മാനേജറായിട്ടുണ്ടായി. സാറിനൊക്കെ കണ്ടപ്പോൾ ഒരു വലിയ സംഭവമാണെന്ന് മനസ്സിലായി. കാരണം കുറേ MSW കൗൺസിലേഴ്സ്, 4ഓളം കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ആദ്യം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാജിദിൻ്റെ ജോലി ഇവരെ കണ്ടെത്തണം. ഈ പറയുന്ന HIV പിടിപെടാൻ സാധ്യതയുള്ള സ്ത്രീ ലൈംഗിക തൊഴിലാളികൾ, പുരുഷ രീതിയിൽ പുരുഷ സെക്സിൽ ഏർപ്പെടുന്നവർ, ഇവരെയൊക്കെ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒരു ആശങ്ക ഉണ്ടെങ്കിലും എനിക്കറിയാം, എൻ്റെ മനസ്സിൽ ഇവരെല്ലാം എനിക്ക് അറിയാലോ, ഇനി ഞാൻ സമീപിച്ചാൽ മതി, എവിടെയൊക്കെ ഉണ്ട് എന്ന് അന്നേരം എൻ്റെ മൈൻഡ് സെറ്റിൽ വന്നു. അങ്ങനെ എന്താ പറയുക, ഈ ജോലി അങ്ങ് ഏറ്റെടുത്തു.
ഈ ജോലി അന്ന് ഈ 25 വർഷം മുമ്പ് ഇത് ഏറ്റെടുക്കുമ്പോൾ ഇത്തരം ഒരു ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ കുടുംബവും സമൂഹവും നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കണ്ടത് ആദ്യകാലങ്ങളിൽ? അപ്പൊ ആദ്യകാലത്ത് ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയല്ലേ ഇവരുള്ളത്, ഈ ചെട്ടിയാർകുളം, ഈ റെയിൽവേ ട്രാക്ക്. അപ്പൊ എന്നെ ഒറ്റപ്പെടുത്താത്ത ആളുകളില്ല, അതാണ് അറിയാം. എന്നെ ഒറ്റപ്പെടുത്താത്ത ആളുകളില്ല. ഞാൻ ശരിക്കും സമൂഹത്തിന് ഒറ്റപ്പെട്ടു ഇവരെ പോലെ തന്നെ. കാരണം എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ അകറ്റി നിർത്തും. അതുപോലെ തന്നെ എന്നെ ബന്ധുക്കൾ കുറേ ചീത്ത പറയും. പക്ഷെ ഞാൻ രാവിലെ ഇവരെ എവിടുന്നും കണ്ട് സംസാരിച്ച് വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ ഇവർ എത്തിയിട്ടുണ്ടാവും. നിങ്ങളെ മോൻ്റെ പോക്ക് ശരിയല്ല, ഓൻ ഇന്ന സ്ഥലത്ത് കണ്ട്, ഇന്ന സ്ഥലത്ത് പിന്നെ ഇന്ന ആളപ്പം കണ്ടു. അപ്പം വലിയ സമ്മർദ്ദമായി. പക്ഷെ എനിക്ക് ഈ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു തലം, ഞാൻ എവിടെയാണോ എത്തിച്ചേരേണ്ടത്, ഓരോരാൾക്കും ഒരു സ്പോട്ട് ഉണ്ടാവുമല്ലോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാത്ത. അപ്പൊ ഞാൻ എത്തേണ്ട സ്ഥലം ഇതാണെന്ന് എനിക്ക് സ്ഥലമായിപ്പോയി. അപ്പൊ ഭയങ്കരമായ മാതാപിതാക്കൾ എന്ത് പറഞ്ഞു? പിതാവ് കൂടെ ഇല്ലായിട്ടില്ല. അപ്പൊ അമ്മാവന്മാരാണ്, അമ്മാവന്മാർക്കൊക്കെ ഈ ഫീൽഡ് അറിയാലോ, എന്തിനാണ് നീ ഇതിനൊക്കെ പോകുന്നത്, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവര് ഞാൻ ചെയ്യുന്ന നല്ല കാര്യമാണെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങി. കുറെ നാളെടുത്തു. ആദ്യകാലങ്ങളിൽ നിങ്ങൾ നേരിട്ട പ്രതിസന്ധി എന്തൊക്കെയായിരുന്നു? ആദ്യകാലങ്ങളിൽ ഇവരെ കാണാൻ ചെല്ലുമ്പോൾ ഇവരോടുള്ള പ്രതികരണം എങ്ങനെയാണ്? നിങ്ങളൊരു ആവശ്യക്കാരനായിട്ടാണോ അവരെ സമീപിച്ചത്? ഇത്തരം കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? അതെ, ഒന്ന് സമൂഹത്തിൽ നിന്ന് ഭയങ്കര എതിർപ്പ്, ഈ ഫാമിലിയിൽ നിന്നും എതിർപ്പ്, പിന്നെ ഇവരെ സമീപിക്കുമ്പോൾ ഇവരെ എതിർപ്പ്. ഇവരെന്താ പറയുക? ഇവരെന്താ വെച്ചാൽ ഇവരൊക്കെ എന്താ അവരോട് ആശയവിനിമയം നടത്തി? അതായത് ഇവരെ കൂടെ കുറെ പിടിച്ചു പറിക്കാർ, കളവ് ചെയ്യുന്നവര്, അതുപോലെ ഇവരെ കൊണ്ട് ജീവിക്കുന്നവര്, ഇവരെ പൈസ കൊണ്ട് അന്നന്ന് മദ്യം കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഇവരെ നന്നാക്കാൻ വരുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് അവര് നമ്മളെ കാണുന്നത്. അപ്പൊ അവരോട് പറയുന്നത് എന്താ, നിങ്ങളെയൊക്കെ കൊണ്ട്, അന്ന് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നല്ല പേര്, എയ്ഡ്സ് സെല്ല് എന്നാണ് അന്ന് അറിയപ്പെടുന്നത്. പേര് തന്നെ അപകടമാണ്, എയ്ഡ്സ് സെല്ല്. അപ്പൊ എയ്ഡ്സ് സെല്ലിന്റെ ആള് വരുന്നുണ്ടെന്നാ പറയാം. അപ്പൊ എന്താ, ഇതൊരു സെല്ലാണ്, നമ്മൾ സെല്ല് ജയിലിലല്ലേ കേട്ടിരുന്നത്. അപ്പൊ ഇത് നിങ്ങളെ പിടിച്ചുകൊണ്ട് ഈ സെല്ലിലാൻ വരുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളെ ചീത്ത പറഞ്ഞു ഓടിച്ച ആൾക്കാരുണ്ട്, തുണിപൊക്കി കാണിച്ച ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ വളരെ സഹനത്തോടു കൂടി നമുക്ക് തന്ന പരിശീലനം വളരെ ചിരിച്ചുകൊണ്ട്. ഇതിൽ വരുന്നതിന് മുമ്പ് ഈ താങ്കൾ ഈ ജസ്റ്റിറ്റ്യൂട്ട് സഭ എവിടെയാണ് ശരിക്കും ജനിച്ചത്? താങ്കൾ? ഞാൻ 1945 സ്വാതന്ത്ര്യത്തിന് മുമ്പ് ജനിച്ചു. എവിടെയാണ് ജനനം? ഞാൻ ജനിച്ചത് പാലാ രാമപുരത്താണ്. എങ്ങനെയാണ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്? അത് ആ കാലഘട്ടത്തില് എന്താണ്, അവിടുത്തെ ഈ സ്ഥലപരിമിതി കൊണ്ട്, കൃഷിക്കാരാണല്ലോ നമ്മൾ പാരമ്പര്യമായിട്ട്. ഞങ്ങൾ വയനാട്ടിലേക്ക് പോകുന്ന നമ്മുടെ പാരന്റ്സ്. വയനാട്ടിൽ നിന്നാണ് താങ്കൾ കണ്ണൂർ? വയനാട്ടിലാണ്. വൈദിക പഠനമൊക്കെ എവിടെയാണ് പൂർത്തിയാക്കിയത്? അത് പൂനായില്, പിന്നെ ഡൽഹിയില്. എവിടെയാണ് ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടുന്നത്? ഫസ്റ്റ് പോസ്റ്റിംഗ് എറണാകുളത്ത് ചാപ്പലിനായിട്ട്. എപ്പോഴാണ് കണ്ണൂരിലേക്ക് വരുന്നത്? കണ്ണൂരിലേക്ക് ഞാൻ വന്നത് 91. എന്തായിരുന്നു അന്നത്തെ ചുമതല? ഇന്നത്തെ ചുമതല ഈ സംസ്കൃതി, ഈ പാർശ്വവൽക്കരിച്ച മനുഷ്യരെ, അല്ല അത് പാർശ്വവൽക്കരിച്ചവരെന്ന് പറയാൻ പറ്റില്ല, ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ സാംസ്കാരികമായി ഉയർത്തുക എന്ന ഉത്തരവാദിത്വം. സാംസ്കാരികമായിട്ടും അവരെ എന്താണ് ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടാനായിട്ടുള്ള സാംസ്കാരിക കാരണങ്ങൾ എന്താണ് അത് കണ്ടെത്തലായിരുന്നു. അത് പഠനം, അതിന്റെ പഠനവും അതിനാണ് പ്രവർത്തനവും. ആ പ്രവർത്തനം എത്ര വർഷം കണ്ണൂര് നടത്തിയിരുന്നു? ആ സമയത്ത് ഞാനത് ഈ ജീവന സംസ്കൃതിയിലേക്ക് വരുന്നതിന് മുമ്പ്. ആ ജീവന സംസ്കൃതിയിലേക്ക് അങ്ങനെ വരുമല്ല ചെയ്തത്. ജീവന സംസ്കൃതി ആ പ്രസ്ഥാനത്തിന്റെ സംസ്കൃതിയുടെ ഒരു പ്രോജക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. നിങ്ങളെ തേടി വന്നു. അതെ, നമ്മളെ തേടി വന്നു. നിങ്ങളത് ഏറ്റെടുത്തു. ഏറ്റെടുത്തോന്ന് ചോദിച്ചാൽ വളരെ ഷാജി പറഞ്ഞതുപോലെ അന്ന് സെക്സ് വർക്കേഴ്സുമായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ പാവമാണെന്ന് വിചാരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും കയറി ഇറങ്ങുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് അചിന്തനീയം. അപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂട്ടത്തിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ പഠിച്ച ആളായിരുന്നു ഇതിൻ്റെ ഓൾ കേരള കോർഡിനേറ്റർ. ഇത് തുടങ്ങാനായിട്ടുള്ള അദ്ദേഹമാണ് എന്നെ വെല്ലുവിളിച്ചത്. നിങ്ങളിപ്പോൾ ഈ വലിയ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം ഒരു സ്ഥാപനം തുടങ്ങി, എന്നാൽ യഥാർത്ഥത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് എല്ലാ തരത്തിലുള്ള പീഡനങ്ങൾക്കും ചൂഷണങ്ങൾക്കും വിധേയമായിട്ട് ആരാരുമില്ലാത്ത ആളുകൾ ഇവരാണ്, ആത്മാർത്ഥതയുണ്ടെന്ന് വരികയും അവരുടെ ഇടയ്ക്ക് പ്രവർത്തിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഈ ലൈംഗികത ഒരു പാപമാണ് എന്ന ഒരു വിശ്വാസ സംവിധാനത്തിലായിരുന്നല്ലോ താങ്കൾ ഉണ്ടായിരുന്നത്. ഈ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത് പാപമാണെന്നാണോ അല്ലെങ്കിൽ അനിവാര്യമാണെന്ന് തോന്നലാണോ ഉണ്ടായത്? അല്ല, അത് ഞാൻ ആ കാര്യത്തിലൊരു ഭാഗ്യവാനാണ്. എങ്ങനെയാണ്? ഞാൻ പഠിച്ചത് പൂനെയിലും ബോംബെയിലൊക്കെയാണ്. അവിടെ പൂനെയിലാണെന്ന് വരികെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള റെഡ് സ്ട്രീറ്റ് ഉണ്ട്.
പുതുവാക്കോട്ട എന്നാ പറയുന്നത് എൻ്റെ പേര്. അപ്പോൾ എനിക്കൊരു അസൈൻമെൻറ്റ് ആന്ധ്രാപ്രദേശ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇവരുടെ ഇടയ്ക്ക് പ്രവർത്തിക്കാനായിട്ട് കിട്ടി. എന്നുവെച്ചാൽ ഒരു പ്രോജക്റ്റ് ശരിയാക്കി തരും, ചെറിയൊരു പ്രോജക്റ്റ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ പോയി, ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ടീം അവിടെ പോയി, ഇവർ ചിലരെയെല്ലാം ഇൻ്റർവ്യൂ ചെയ്യാനിടയായി. അപ്പോഴേ എനിക്ക് മനസ്സിലായി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ സംഗതി. അതിൻ്റെ അകത്ത് അന്ന് പോലും എനിക്ക് മനസ്സിലായി സ്വന്തം ഇഷ്ടപ്രകാരം എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ വരുന്നവരല്ല ഇവരാരും. ഇവരെല്ലാവരും തന്നെ എങ്ങനെയെങ്കിലും ഒന്നെങ്കിൽ ഈ പ്രണയാതാക്കൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ചൂഷണത്തിന് വിധേയമായി പുറത്തു വന്ന് ലൈംഗികമായിട്ട് ഒന്നോ രണ്ടോ തവണ ചൂഷണം ചെയ്യപ്പെട്ട് അതിൻ്റെ ആ സൈക്കോളജിക്കൽ ട്രോമയിൽ പിന്നീട് തിരിച്ചു പോകാൻ പറ്റാത്ത ആളുകളാണ് ഇവരെന്നുള്ളത് എനിക്ക് അന്നേരം ബോധ്യപ്പെട്ടു. അപ്പോഴേ ബോധ്യപ്പെട്ടു. ആ ബോധം മനസ്സിലുണ്ട്. അതുണ്ട്. അപ്പൊ അത് എനിക്ക് ഇത് ഏറ്റെടുക്കാനായിട്ടുള്ള മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് ഉണ്ടായി എങ്കിലും ഔദ്യോഗികമായിട്ട് കിട്ടണ്ടേ. അപ്പൊ ഞാൻ എന്നോട് ഈ തോമസ് എന്ന് പറയുന്ന എൻ്റെ സഹപാഠി ഇങ്ങനെ നിർബന്ധിച്ച് പറയുകയും അതിനെ ആകെപ്പാടെ വിഷമിപ്പിക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഞങ്ങളുടെ അന്നത്തെ പ്രൊഫഷണലായിരുന്ന ജോസ് മെലിക്കൻ, അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റും ട്രിവാൻഡ്രം ലേല കോളേജിൻ്റെ പ്രിൻസിപ്പളും ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ പ്രതീക്ഷയ്ക്ക് ഘടകവിരുദ്ധമായിട്ട് അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചു. അല്ല, പ്രോത്സാഹനം കിട്ടി ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ, ഇതിനകത്ത് ഇഴുകിച്ചേർന്നപ്പോ താങ്കളിലെ വൈദികനും ഈ യാഥാർത്ഥ്യവും തമ്മിലുള്ള പൊരുത്തക്കേട് തുടങ്ങി? ഇല്ല, അതെനിക്ക് എന്നെ സഹായിക്കുകയത്. കാരണം ഈ സെക്സ് വർക്കേഴ്സിനടക്കം ഈ അച്ഛൻ എന്ന് പറയുമ്പോഴേക്ക് അവർക്കൊരു പോസിറ്റീവ് തിങ്കിങ്, അവർക്കൊരു അംബർല കിട്ടുകയാണ്. ഞാൻ പിന്നെ വെറും ഒരു അച്ഛനല്ല, ഞാൻ PhD ഒക്കെ എടുത്ത് ഇവിടെ യൂണിവേഴ്സിറ്റി ചേരാൻ വന്നിരിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ അതെനിക്കൊരു സോഷ്യൽ പ്രസ്റ്റീജും കൂടെയുണ്ട്. അത് ഇവർക്കൊരു സംരക്ഷണ കവചമായി മാറും. എനിക്കും അത്, കാരണം ഞാൻ ഇത് ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ആളാണ്. അപ്പൊ ഇവർക്ക് എന്നോട് വലിയ സ്നേഹമായി അല്ലേ. അവർക്ക് അച്ഛൻ, ഞാൻ എൻ്റെ പേര് വേറെ ഡോക്ടർ എന്നൊക്കെ തലക്കുത്തി പറഞ്ഞാൽ അവരെന്നെ അച്ഛനെ വിളിക്കോളൂ. ഇപ്പോഴും അതെ, ഈ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ അച്ഛാന്ന് പറഞ്ഞ് ഓടി വരും ആൾക്കാരല്ല. അപ്പൊ എന്ന് വെച്ചാൽ അതൊരു ഭയങ്കര ഇമോഷൻ, വൈകാരികമായിട്ടുള്ള ഒരു ബന്ധമായി മാറി. അങ്ങനെയാണ് അത് സംഭവിച്ചത്. പക്ഷെ ഞാൻ അധികം സമയം ഇതിൻ്റെ അകത്ത് അങ്ങനെ ഉണ്ടാവില്ല. ഞാനൊരു എൻ്റെ പ്രധാനപ്പെട്ട ജോലി എവിടെയാണല്ലോ. ഇതൊരു പ്രോജക്റ്റ് വല്ലപ്പോഴും വന്ന് പോണതാണ്. കാര്യങ്ങൾ മുഴുവൻ ചെയ്തത് അങ്ങനെ തന്നെ വളരെ വിരോധമില്ല. സാഹിത്യം എങ്ങനെയായിരുന്നു? അപ്പൊ നമ്മൾ ഇവരിടയ്ക്ക് പോയല്ലോ, ഇവരിടയ്ക്ക് പോയപ്പോ ഇവര് നിങ്ങളെ ഈ പറഞ്ഞ പോലെ തുണിമുക്കി കാണിക്കുക, ഓടിക്കുക, പിന്നെ എങ്ങനെ ഇവരിലേക്ക് അടുക്കാൻ പറ്റി? അതായത് ഒരു ഭയങ്കര ഇൻസിഡന്റ് ഉണ്ടായി നമ്മളെ അണ്ടർ ബ്രിഡ്ജിന്റെ അടുത്ത് വെച്ചിട്ട്. ഇവരെ പിന്നെ ഞാൻ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 3 ഗുണ്ടകൾ, അന്ന് ഗുണ്ടകളാണ് കണ്ണൂർ ഭരിക്കുന്നൊരു കാലഘട്ടമായിരുന്നു, ഇവരെ പൊക്കിയിട്ടൊക്കെ എടുത്തോണ്ടും. ഈ ഗുണ്ടകൾ വന്നിട്ട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോടൊന്ന് പോടാൻ തോന്നും. ഞാൻ എൻ്റെ നാടല്ലേ, ഇവർക്ക് എന്നെ അറിയില്ലല്ലോ, എൻ്റെ നാട്ടിൽ ഞാനവിടെ പോകാൻ, എൻ്റെ തൊട്ട് അപ്പുറമില്ല എൻ്റെ വീട്. അപ്പം ഞാൻ മനസ്സിലേക്ക് വെച്ചു ഞാനവിടെ പോകാനാ. അപ്പം ഞാൻ കുറച്ച് പുരോഗമന പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം അന്ന് DYFI ഒക്കെ ഒരു ഉള്ളിൽ കുറച്ച് ആവേശം കയറി നിൽക്കുന്ന സമയമാണ്. അപ്പം ഞാൻ ഇവരോട് ചോദിച്ച്, എല്ലാ പിന്നെ ഞാനെന്തിനാ പോന്നു? അപ്പം ഞാൻ നിങ്ങളാരാ? തിരിച്ചൊരു ചോദ്യം ചെയ്യും. ഈ പെണ്ണുങ്ങൾ ദേഷ്യം കാണുന്ന, അപ്പം പെണ്ണുങ്ങൾ ആക്രമിക്കപ്പെടും. ഒരു 10-15 സ്ത്രീകളുണ്ട്, ആക്രമിക്കപ്പെടും. അവസാനം ഞാൻ പറഞ്ഞ് പിന്നെ ഞാൻ പോകുന്നില്ല, ഞാൻ ഇവരോട് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചിട്ടേ പോകുന്നത്. പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായില്ല, അടിച്ചു പണിയാക്കി. 3 നാളും കൂടി ഞാൻ ഹോസ്പിറ്റലിൽ ICUലായിരുന്നു, ജില്ലാ ആശുപത്രിയിൽ 5 ദിവസമാണ് കിടന്നത്. ഈ പരിക്ക് പറ്റി, നല്ല പരിക്ക് പറ്റി. 2 ദിവസം എനിക്ക് ബോധമൊന്നും ഉണ്ടായിട്ടില്ല. ഹോസ്പിറ്റലായ സമയത്ത് അഡ്വാൻറ്റേജ് കിട്ടിയെന്താ, ഈ പെണ്ണുങ്ങൾ തേച്ചും പിന്നെ ഹോസ്പിറ്റലാണ്. ഞാൻ അവരെ തേടി പോകേണ്ട ആവശ്യമില്ല, നമ്മളടുത്തേക്ക് അടികൊണ്ടത്. അപ്പൊ അവര് തേച്ചും പിന്നെ വന്നവരാണ്. ഇഷ്ടായില്ല, പോകാൻ പറയുന്നത് എതിർത്തു. അപ്പോ എന്നെ അടിച്ചു, ആക്രമിച്ചു. ഞാൻ ആസ്പത്രിയിലായി. അപ്പൊ ആസ്പത്രിയിലായ സമയത്ത് പിന്നെ ഗുണ്ടകളൊക്കെ പിന്നീട് മാപ്പ് പറഞ്ഞു ഹോസ്പിറ്റലിൽ വന്ന്. പിന്നെ ഞാൻ ആരാന്നൊക്കെ അറിഞ്ഞപ്പോൾ അതിന് മാപ്പ് വന്നു, പൊതുപ്രസ്ഥാനെല്ലാം ഇടപെട്ടു. അപ്പോൾ മൊത്തത്തിൽ അവർക്ക് മനസ്സിലായി ഇയാൾ നമ്മൾ അടിച്ച ആൾ മാറിപ്പോയെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഇവരെല്ലാം എൻ്റെ ഹോസ്പിറ്റലിൽ വന്നിരിക്കും രാവിലെയും വൈകുന്നേരം. വീട്ടുകാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായി. ഇവർ വന്ന് ഇത് കാണാൻ വരുന്ന ആൾക്കാർ എപ്പോഴും ഈ ബസ് സ്റ്റാൻഡിലോ അവിടെ ഇവിടെയും കാണാൻ വരുന്ന ആൾക്കാർ ഈ ആസ്പത്രിയിൽ വന്നിട്ട് അവർ കാണാൻ വരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, ആദ്യമായിട്ട് എന്നെ ഷായി സാർ എന്ന് വിളിച്ചു. ഷായി സാറേ. അപ്പം അതുവരെ എന്നെ ഷായി സാർ എന്നൊന്നും വിളിക്കല്ല, പേരെ വിളിക്കല്ല. കാരണം ആരോ അവരെ
രക്ഷിക്കാൻ വന്ന ആളാന്ന് അവർക്ക് മനസ്സിലായി. അതോടുകൂടിയിട്ട് അവരിത് ഭയങ്കര പബ്ലിസിറ്റിയും ആക്കി. അപ്പോൾ അങ്ങനെ ഒരു 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 തലത്തിലേക്ക് അവരുടെ ഇടയിലേക്ക് എനിക്ക് പിന്നെ ഇറങ്ങാൻ നല്ല രീതിയിൽ പറ്റി. രണ്ടാമത്തെ ഇൻസിഡൻറ്റ്, അന്ന് ഞാനും ടൈറ്റസ് എന്ന് പറഞ്ഞ ഒരാളും സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഒരാളും ഉണ്ട്. നമ്മൾ മൂന്നാളെ ഒന്നിച്ച് ഫീൽഡ് പോവുക. മറ്റേ ഈ അടികൊണ്ട സമയത്ത് അത് രാവിലെ ആയിരുന്നു, ഒരു 8:30 മണിക്കായിരുന്നു. അവർ കുളിക്കാൻ പോകുന്ന സമയത്ത് കാണാൻ വേണ്ടി അവർ കുളിക്കാൻ ചെട്ടിയാർകുളത്ത് പോകുമ്പോൾ ഈ അണ്ടർ ബ്രിഡ്ജ് വയ്യാ പോകും. അപ്പോൾ അവിടെ നിന്ന് കാണാൻ പറ്റും ഒരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പോകുന്നത്. അപ്പോൾ നമ്മൾ മൂന്നാളും ടൈറ്റസും ഞാനും സ്റ്റീഫാട്ടിനും കൂടി ഈ റെയിൽവേ അണ്ടർ ബ്രിഡ്ജുണ്ട്, ഇപ്പോൾ പൊളിച്ചു, നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ പ്രസ് ക്ലബിൻ്റെ അടുത്തേക്ക് വരുന്ന. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ ഇരിക്കും. അവരെല്ലാം മരിച്ചുപോയി, സഫിയാത്ത എന്നൊക്കെ പറഞ്ഞ്, റോസമ്മ എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം മരിച്ചുപോയി, വസുമതി എന്നൊക്കെ പറഞ്ഞ് അവരാണ് അവിടെ ഇരിക്കുക. അപ്പോൾ അവരിങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും സ്റ്റീഫാട്ടിനും ടൈറ്റസും പോയി. അപ്പോൾ എന്തായത് പോലീസ് വണ്ടി അങ്ങനെ വരുന്നുണ്ട്. ഈ പോലീസ് വണ്ടി വരുമ്പം സാറേ ഓടിക്കോന്ന് പറഞ്ഞു അവർ. സാറേ ഓടിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായ ക്ലയൻസ് ഒക്കെ പാൻസ് ഒക്കെ എടുത്തിട്ട് ഓടുന്നുണ്ട്, നടക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, കള്ളിന്റെ കുപ്പിയെല്ലാം എടുത്ത് അവരോടുന്നുണ്ട്, ഓടുകയാണ്. അപ്പൊ ഞാൻ അന്നേരം ചിന്തിക്കും, ഞാൻ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി അന്നെ നിയമിച്ച ജീവന സംസ്കൃതിയുടെ ആരോഗ്യ പ്രവർത്തി, ഞാൻ ഓടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ടൈറ്റസ് സ്റ്റീഫാർട്ടൻ എന്നോട് പറയുന്നുണ്ട്, ഷാജി നമ്മൾ പോലീസ് സ്റ്റേഷനിലൊന്നും ഈ ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല, മാറി നിൽക്കുന്നത് നല്ലേ, നീ മാറി നിന്നോ. അപ്പോൾ അവർ രണ്ടാളും എന്ത് ചെയ്ത് മാറി നിന്ന്, സ്റ്റീഫാർട്ടനും ടൈറ്റസും കുറച്ച് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലൊക്കെ അങ്ങ് മാറി നിന്ന്. അങ്ങനെ SI ആയിട്ടാ വന്ന് അപ്പൊ ഇവരെ ഓടണ്ടാവട്ടോ, എന്നെ വിശ്വസിച്ചില്ല, അവർ ഓടിയേനെ. പക്ഷെ ഞാൻ മാത്രം അവിടെ ഇങ്ങനെ നിൽക്കാം. എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവരെ സെക്സ് വർക്കേഴ്സിനെ കാണാൻ വന്നേ, ഞാൻ ആരോഗ്യ പ്രവർത്തകനാണ്. ഇങ്ങനെ തന്നെ എല്ലാവരും പറയും, വണ്ടി കയറി ഈ പരിപാടിക്ക് വരുന്നവരെല്ലാം ഇങ്ങനെ തന്നെയാ പറയല്. എന്നെ വിളിച്ച് വണ്ടി കയറ്റി ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി. സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ ഇതും അവരുടെ ഇടയിൽ ഭയങ്കര വർക്കായി. കാരണം അവരെ പിടിക്കാൻ വന്ന പോലീസിന് പരിവേഷം വന്നു. അന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അന്ന് പിന്നെ നമ്മുടെ രമേശൻ എന്ന് പറഞ്ഞ നമ്മളെ പാർട്ടിയുടെ ഒരു ആളുണ്ട്. അപ്പോൾ മൂപ്പരൊക്കെ സ്റ്റേഷനിൽ വന്നു. മൂപ്പര് DYFIന്റെ അന്നേരത്ത് ഒരു ലീഡറാണ്. മൂപ്പരൊക്കെ വന്നു. ഇപ്പോൾ DYFIക്കാരെല്ലാം വന്നു. ഞാൻ അന്ന് DYFIന്റെ ടൗണിലെ സെക്രട്ടറിയാ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ടൗൺ വില്ലേജിന്റെ അന്ന് ഒരു വില്ലേജ് മൊത്തം കൂടിയിട്ട് അന്ന് അതിന്റെ സെക്രട്ടറിയാ. അപ്പോൾ ഇവരെല്ലാം വന്നപ്പോൾ പോലീസിനാകെ അബദ്ധം മനസ്സിലായി. അപ്പോൾ അപ്പോൾ എന്നെ വിടാൻ തീരുമാനിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ പോകില്ല, എന്നെ പിടിച്ച ആൾ വരണം. പിടിച്ച ആൾ വന്നിട്ട് അപ്പൊ ഞാൻ അന്ന് കുറച്ചുണ്ടാവുമല്ലോ, നമ്മൾ ചെറുപ്പല്ലേ, പിടിച്ച ആള് വരണം, പിടിച്ച ആള് വരണം, പിടിച്ച ആള് വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ എന്ത് ചെയ്ത് പിടിച്ച SI കോട്ടേഴ്സ് പോയിടന്ന് ഉച്ചക്ക് തിരിച്ചു വന്നു. എന്നോട് പറഞ്ഞ് നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. അപ്പം ഇങ്ങനെ സംസാരിച്ചു. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ എല്ലാ പ്രവർത്തനത്തിനും പരിപൂർണ പിന്തുണ പോലീസിനെ പറഞ്ഞു. പോലീസിനും അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റോടുകൂടി പോലീസും ഈ പറയുന്ന പോലീസിനും അറിയില്ലല്ലോ, ഇങ്ങനെ ഒരു സംവിധാനം വന്നെന്നൊന്നും അറിയുന്നില്ലല്ലോ. ഇത് നേരെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിന്റെ കീഴിലാണ്, ഈ ആരോഗ്യവകുപ്പിന്റെ അണ്ടറിലാണെങ്കിലും DMOയുടെ അണ്ടറിലൊന്നല്ല വരുന്നത്. നേരെ സ്റ്റേറ്റിന്റെ സെൻട്രിന് നേരെ സ്റ്റേറ്റിന് നേരെ ജീവന സംസ്കൃതി, ഇങ്ങനെ ഇതിന്റെ സിസ്റ്റം. ഈ DMOനെയും അതുപോലെ മറ്റ് സംവിധാനത്തൊക്കെ നമ്മൾ വേണം കൂട്ടിച്ചേർക്കാൻ. അവരൊന്നും ഇതിനോട് അടുക്കൂല എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ UNAID ഒക്കെ കാണുന്നത്. കാരണം അതായത് അവർക്ക് ഇത് ടൈം ബൗണ്ട് ആണ്. അതായത് ടൈം ബൗണ്ട് അല്ല ഇത് ഏത് സമയത്താണ് പോകേണ്ടത്, അതായത് ഏത് സമയത്താണ് ഇവർ അപ്രോച്ച് ചെയ്യേണ്ടത്. ഒന്നാമതേ ഒരു വശത്ത് പോലീസ് ഇമോറൽ ട്രാഫിക് ആക്ട് പ്രകാരം ഇവർ അറസ്റ്റ് ചെയ്യുന്നു, മറുവശത്ത് ഇവർക്ക് ചികിത്സയൊന്നും കൊടുക്കാതെ ആസ്പത്രിയിലൊക്കെ പോയി അവഗണന നേരിടുന്നു. അപ്പൊ ആ സാഹചര്യം കൂടി മാറ്റേണ്ട ചുമതല നമ്മളതാണ്. കാലഘട്ടമാണ്. പിടിച്ച് അറസ്റ്റ് ചെയ്യൂ, എവിടെ കണ്ടാലും. ഒരു എക്സാമ്പിൾ ഉണ്ട്, ഞാൻ ആ പേര് പറയുന്നില്ല. ഒരു ഫീമെയിൽ സെക്സ് വർക്കർ ഇങ്ങനെ നടന്നു പോവാ. അപ്പൊ ഒരു ജീപ്പ് പോകുന്നു. ജീപ്പ് പറഞ്ഞ് അവിടെ നിൽക്ക്, നിങ്ങൾ അറസ്റ്റ് ചെയ്തിന് റോഡിന്റെ മുകളിൽ. അപ്പൊ ഈ ലേഡി പറഞ്ഞ് അറസ്റ്റ് ചെയ്തല്ലേ. അപ്പൊ ഈ ജീപ്പ് അങ്ങ് പോയി. ഇപ്പൊ ഞാൻ രാവിലെ ഒരു 9 മണിക്ക് സാധാരണ ആ സ്റ്റേഡിയം കോർണറിൽ വരുമ്പോ ഇവരങ്ങനെ അവിടെ നിൽക്കാം. ഞാൻ ഇതെന്ത് ഇവിടെ നിൽക്കുന്നു, അത് എന്നെ അറസ്റ്റ് ചെയ്ത് ഞാൻ ആരെ അറസ്റ്റ് ചെയ്ത്? പോലീസ്. അതിനെ അറസ്റ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ടുപോണ്ടേ? അല്ല, ഒരു അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു പോവാൻ പറഞ്ഞിട്ട് പിന്നെ പോയതാണ്. ഞാൻ 1.5 മണിക്കൂറായി ഇവിടെ നിൽക്കുന്നു. അപ്പൊ പാവത്തിന് അറിയില്ല, അറസ്റ്റ് എന്ന് പറഞ്ഞാൽ പുള്ളി അറസ്റ്റ് ചെയ്തെന്നാണ് നിൽക്കാണ്. അപ്പൊ ഞാൻ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ല, അറസ്റ്റ് ചെയ്തിട്ട് ഒരു വന്നിട്ട് പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് ഞാൻ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ട് ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചു. അല്ല, അത് ഇന്നലെ രാത്രി ചെറിയ അലമ്പുണ്ടാക്കിയത്, അതുകൊണ്ട് നമ്മളൊന്ന് പേടിപ്പിച്ചത്. അതാണ് പാവങ്ങളിൽ ഇവർക്ക് വിദ്യാഭ്യാസമില്ല, പേപ്പർ വായിക്കൂല, കണ്ണാടി നോക്കൂല, കുളിക്കൂല, മര്യാദക്കുള്ള ദിനചര്യകളൊന്നും ഇല്ലല്ലോ അവർക്ക്. അപ്പൊ ആ ഒരു സമൂഹത്തിനോട് പെട്ടെന്ന് അവര്
പേടിച്ചു പോകും. നമ്മൾ ആരെ ഗുണ്ടകൾ അതുകൊണ്ടാണ് പേടിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും അന്ന് അപ്പൊ ഈ രണ്ട് ഇൻസിഡന്റ് പോലീസിന്റെയും ഈ ഗുണ്ടേന്റെ ഇൻസിഡന്റ് ഞാൻ അവരെ മുമ്പിൽ ഒരു ഹീറോ പരിഭാഷയായി അവരുടെ ആളായി ആളായി. അവരുടെ ആളായി മാറി. അതേ അവരുടെ ആളായി മാറിയത് അവർ നിങ്ങളിലേക്ക് കൂടുതൽ അടുത്തു. അന്ന് എത്ര പേരുണ്ടായിരുന്നു കണ്ണൂർ നഗരത്തിൽ? കണ്ണൂര് ഈ സ്ത്രീകൾ തന്നെ ഒരു 350 പേര്, 350 പേര്, പുരുഷന്മാരൊരു 200-നടുത്ത്. എനിക്ക് അച്ഛനോടൊന്ന് ചോദിക്കാനുള്ളത്, ഈ ലൈംഗികതയെ കുറിച്ച് നമുക്ക് പരമ്പരാഗതമായ ഒരു ചിന്തയുണ്ട്. ആ ചിന്തയിൽ നിന്ന് നമ്മളെ മലയാളികൾ എത്രമാത്രം മാറിയിട്ടുണ്ട്? അത് പഠിച്ചപ്പോൾ അച്ഛൻ വിശകലനം ചെയ്തപ്പോൾ എന്തൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്? മലയാളികൾ കാര്യമായിട്ടൊന്നും മാറിയിട്ടില്ല. അതിനുള്ള കാരണം സാംസ്കാരികമാണ്. എന്ന് വെച്ചാൽ കേരളം പോലെ എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടുന്ന വേറൊരു സ്ഥലം ലോകത്ത് തന്നെയില്ല. അല്പം കൊങ്കൺ കോസ്റ്റിൽ നമ്മുടെ ഈ കർണാടക കിട്ടും. അത് കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള വീടും കിണറും ഉണ്ട്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ സാമൂഹ്യമായിട്ടുള്ള മിങ്കിളിങ് വളരെ കുറവാണ്. അതുകൊണ്ട് കേരളം വിട്ടാൽ ഈ ടോയ്ലറ്റിൽ പോകാനായിട്ട്, നമ്മുടെ കക്കൂസിൽ പോകാനായിട്ട് ഒരു തുറന്ന പ്രദേശം കാണും. അതിൻ്റെ ഒരു സൈഡിൽ സ്ത്രീകളും മറ്റേ സൈഡിൽ പുരുഷന്മാരുമാണ്. അതുകൊണ്ട് ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾ അന്യോന്യം ഈ ലൈംഗിക അവയവങ്ങളൊക്കെ കണ്ടു. അത് വലിയൊരു ആനയും കുതിരയല്ല എന്നുള്ള രീതിയിലാണ് വളരുന്നത്. അതുകൊണ്ട് ലൈംഗികത എന്ന് പറഞ്ഞാൽ അവിടെയുള്ളവർക്ക് ഒരു സാധാരണ സംഭവമാണ്. ലൈംഗിക ബന്ധമല്ല കേട്ടോ, നഗ്നതയൊക്കെ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ ഈ പ്രത്യേക സാഹചര്യം കാരണം നമുക്ക് സ്ത്രീ ലൈംഗികതയും കണ്ടിട്ടില്ല, പുരുഷ ലൈംഗികത. അത് പിന്നെ വല്ല സൈറ്റിൽ മൂത്രം ഒഴിക്കുമ്പോൾ കണ്ടെങ്കിൽ സ്ത്രീ ലൈംഗികത ഒട്ടും കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ഭയങ്കര ആർത്തിയാണ് ഈ ലൈംഗികത കാണുക, അല്ല നഗ്ന ശരീരം കാണുക. അതുകൊണ്ടാണ് ലൈംഗികതയ്ക്ക് തന്നെ ഒരു വലിയ ഈ സാമൂഹിക അയിത്തം വരുന്നത്, സ്റ്റിഗ്മ എന്ന് വേണമെങ്കിൽ പറയാം. അത് എത്രയായാലും മാറുന്ന പ്രശ്നം. മതങ്ങൾക്ക് അതിനകത്ത് പങ്കില്ലേ? മതങ്ങൾക്ക് വളരെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ 3 പാട്രിയാർക്കൽ റിലിജൻസ് എന്ന് വെച്ചാൽ ആണധികാര മതങ്ങൾ ഇവിടെ കാര്യമായി ശക്തിയോടുകൂടെ പ്രവർത്തിക്കണം. മതത്തിന്റെ ആളാണല്ലോ അച്ഛനും. അതെ അതെ. ഇപ്പൊ ഉണ്ടോ? സഭയിലുണ്ടോ? ഞാനോ സഭയിൽ എന്ന് പറഞ്ഞാൽ ഈ ജസൂട്ട് സഭയിലില്ല. ഇല്ല. എന്തുകൊണ്ട്? അതെന്നെ പുറത്താക്കി. എന്തുകൊണ്ട്? അതിന്റെ കാരണം പലതാണ്. പലതാണെന്ന് പറഞ്ഞാൽ ഒരു പ്രധാന കാരണം ഇതുപോലെയുള്ള ഈ നിലപാടുകളാണോ? തുറന്നു പറച്ചിലും നിലപാടുകളും. പിന്നെ സഭയ്ക്ക് തന്നെ യാഥാസ്ഥിതികന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വിപ്ലവാത്മകമല്ലേ? ഈ ഒരു സഭയിലെ ഒരു അംഗം ഇങ്ങനെ സെക്സ് വർക്കേഴ്സിന്റെ പുറകെ നടക്കുന്നു, അവരെ ശാക്തീകരിക്കാനായിട്ട്. പ്രൊവിൻഷ്യൽ പെർമിഷൻ തന്നിട്ടില്ല താങ്കൾ പോയത്? പ്രൊവിൻഷ്യൽ കുറച്ച് കഴിയുമ്പോ പോയില്ലേ? ആ പ്രൊവിൻഷ്യൽ അങ്ങ് മാറിയില്ലേ? അതിനുശേഷമല്ല പ്രശ്നം വരുന്നത്. അപ്പോഴങ്ങനെയാണ് ആ പ്രശ്നം മൂത്തും. പിന്നെ ചില ഇതിന്റെ അകത്തുള്ള, ഞാനിങ്ങനെ ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ട് ഇതിന്റെ അകത്ത് ചില പ്രശ്നങ്ങളും എന്ന് വെച്ചാൽ മനുഷ്യാവകാശ ലംഘനങ്ങളും ഇതിന്റെ അകത്തെ ഈ അതോറിറ്റേറിയനിസം ഈ ഇതിനെല്ലാം ചോദ്യം ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ ഇതിന്റെ ഉള്ളിൽ ഒരു ആരോഗ്യകരമായ ഒരു പ്രതിപക്ഷം ഇതിന്റെ അകത്തുണ്ടാക്കി. അത് പാടില്ല. അതങ്ങനെ പാടുക. അതെന്നായിട്ട് ഏകാധിപതികളാണല്ലോ എല്ലാ സുപ്പീരിയേഴ്സ്. ഈ നിങ്ങളുടെ സുപ്പീരിയേഴ്സ് മേലധികാരി എന്ന് പറയുന്ന ആളുകൾ മുഴുവൻ ഏകാധിപതികളാണ്. അവരുടെ തീരുമാനങ്ങൾ ശിരസ വഹിക്കുക എന്നുള്ളതാണ് അവരുടെ കീഴിലുള്ള എല്ലാവരുടെയും കടമ. അപ്പൊ അതിൽ ചില തെറ്റുകളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് കുറെ ചെറുപ്പക്കാര് എന്റെ ഇത് കൊണ്ടും ഒക്കെ ആയിരിക്കാം ഒരു അതിനെ വെല്ലുവിളിക്കുന്ന ഒരു ചെറിയ സംഘടന, ഒരു പ്രതിപക്ഷം ഉണ്ടായി. എന്നെ പുറത്താക്കിയതിന്റെ ഒരു കാരണം അതാണ്. ചെറുപ്പക്കാരെ മിസ്ലീഡ് ചെയ്യുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നു ഒന്നത്. പിന്നെ അതിന്റെ പേരിൽ എന്റെ ഈ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി പെട്ടെന്നൊരു ട്രാൻസ്ഫർ. അപ്പൊ ഞങ്ങൾക്ക് തന്നെ ഉണ്ട്, ഞങ്ങളുടെ തന്നെ സംഘടന ഈ ഈശോ സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലം മാറ്റം. എന്റെ മനസാക്ഷി, അത് ഞാനിവിടുന്ന് പോയാൽ ഈ പ്രസ്ഥാനം തകരും. അതായത് എൻ്റെ അങ്ങനെ ഒരു മനസാക്ഷി പ്രശ്നം എനിക്കുണ്ടെങ്കിൽ കോൺഷ്യൻഷ്യസ് ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞൊരു മനസാക്ഷി പ്രശ്നം ഉയർത്താനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഞങ്ങളുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അത് വെച്ച് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ അത് ഉയർത്തുന്നത് റോമിലാണ് ഇതിൻ്റെ പരമാധികാരി ഇരിക്കുന്നത്. അവരൊക്കെ അത് മനസ്സിലാക്കി. പക്ഷെ ഇവിടെയുള്ളവർക്ക് അത് വലിയ ക്ഷീണമായിപ്പോയി. എനിക്കൊരു ട്രാൻസ്ഫർ ചെയ്തിട്ട് ഞാൻ പോയില്ല എന്നൊക്കെ ഉള്ളത്.
അതിൻ്റെ പേരിലും കൂടെ അതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ അവരില്ലാത്ത ഒരു ആരോപണം ഉണ്ടാക്കി ഞാൻ അനുസരണക്കേട് കാണിച്ചു എന്ന് വരുത്തി തീർത്തത്. ശരിക്കും പറഞ്ഞാൽ വരുത്തിയിട്ടില്ല, കാരണം ഞാൻ മേലധികാരിക്ക് അപ്പീൽ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഈ രണ്ട് കാരണം പറഞ്ഞാൽ എന്നെ പുറത്താക്കുന്നത്. ഓ, അപ്പൊ അതിനുശേഷം സ്വതന്ത്രമായി. അതും ഞാൻ ഒരു ചോദ്യം, താങ്കൾ ഇപ്പൊ ഇത്തരം മനുഷ്യർക്കിടയിൽ ഇങ്ങനെ ഈ ആന്ത്രോപോളജി പിന്നെ ഈ പറയുന്ന സേവനം കൊണ്ടൊക്കെ ശരാശരി മനുഷ്യൻ മലയാളികളെ ഇപ്പൊ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം, ലിംഗ വ്യത്യാസമില്ലാതെ ലൈംഗിക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിന്റെ അവകാശങ്ങൾ അനുഭവിക്കുന്നവരാണോ മലയാളികൾ? അതിനുള്ള സാഹചര്യം ഉണ്ടോ? അത് ഞാൻ അല്ലെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ മലയാളികൾ പുറത്തു പോയാലും ഇങ്ങനെയൊക്കെ തന്നെ. ഞാൻ ഈ പൂനെയിൽ പഠിക്കുന്ന കാലത്ത് അവിടെ ഗാന്ധി സ്ട്രീറ്റ് എന്ന് പറഞ്ഞു, ഗാന്ധി സ്ട്രീറ്റിൽ അവിടെയാണ് ഈ ബ്രാഹ്മിൺസ് എല്ലാം വരുന്ന പ്രധാനപ്പെട്ട ഷോപ്പിംഗ് കോംപ്ലക്സ്, പ്രധാനപ്പെട്ട നഗരമാണ്. അവിടെ വരുന്ന അന്നത്തെ ഈ ബ്രാഹ്മൺ പെണ്ണുങ്ങളൊക്കെ അന്ന് തന്നെ അല്പ വസ്ത്രധാരികളായി, അവരുടെ ഈ ചെറിയ ഷോർട്ടൊക്കെ ഇട്ടിട്ടും അങ്ങനെ വളരെ അതിന് കാണാൻ വേണ്ടി അവിടെ ആളുകൾ കാണും. അത് മിക്കവാറും മലയാളികളായിരിക്കും. ആ തുറിച്ച നോട്ടം കാണുമ്പോഴേ നമുക്കറിയാം ഇവൻ മലയാളിയായിരിക്കും. അത്രയ്ക്കും ആർത്തിയാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞൊരു പ്രശ്നമാണ്. അതായത് വളരെ പ്രായപൂർത്തിയായിരിക്കുന്ന ഒരാൾ പോലും പെണ്ണുങ്ങളുടെ നഗ്നത കണ്ടിട്ടില്ല. ഇത് കണ്ടു വളരെ അത് ഈ ചട്ടക്കൂട്ടിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. എല്ലാ സൗകര്യവും നമുക്കൊരു കൂരക്കുള്ളിൽ പുറത്തേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല. ഇറങ്ങുമ്പോൾ ഫുൾ വസ്ത്രം. ഇക്കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ കേരളത്തിൽ വേണമെന്നൊരിക്കൽ വീട്ടിലൊരു മന്ദബുദ്ധിയുള്ള ഒരു കുട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ള അങ്ങനെ മറ്റുള്ളവർക്ക് സ്വീകാര്യമല്ലാത്ത രീതിയിലുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ അതിനെ ആരും അറിയാതെ കൊണ്ട് നടക്കാനായിട്ട് കേരളത്തിൽ സാധിക്കും. അതേ സമയത്ത് കേരളം വിട്ടാലുള്ള വില്ലേജ് സിസ്റ്റത്തില് അത് പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ വിട്ടാലുള്ള വില്ലേജ് സിസ്റ്റം ഉണ്ടാകാൻ കാരണം എന്താ? 1-2 സ്ഥലങ്ങളിൽ വല്ല ചെറിയ സ്ഥലങ്ങളിലാണ് വെള്ളത്തിന്റെ സോഴ്സ് ഉള്ളത്. അതിനെ ചുറ്റിപ്പറ്റിയാണ് ഗ്രാമങ്ങൾ വളരുന്നത്. ഇവിടെ അങ്ങനെയല്ലല്ലോ, ഓരോരുത്തരുടെ വീട്ടിലും വെള്ളമല്ലേ. അത് കാരണം ഇങ്ങനെ ഈ ഗ്രാമങ്ങൾ അങ്ങനെ ഈ വെള്ളത്തിന്റെ സോഴ്സിനെ അടിസ്ഥാനമാക്കി വളരുന്നതുകൊണ്ട് അവിടെ ഒരു വീട്ടിലും നമുക്ക് ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു വിശേഷം ഉണ്ടെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ ഒരു കറി വെക്കുന്നുണ്ടെങ്കിൽ അത് ചുറ്റുപാട് എല്ലാവർക്കും മറ്റൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. അതാണ് അതിന്റെ ബേസ്. നമ്മൾ ഈ ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം, അങ്ങനെ ഒരു തോട്ട്, ഇതിനൊരു ശാസ്ത്രീയത ഉണ്ടോ? ലൈംഗികതയ്ക്ക് ഒരു ശാസ്ത്രീയമായ വീക്ഷണമുണ്ടോ? ശാസ്ത്രീയമായ ഒരു ലൈംഗിക രീതികളുണ്ടോ? ശാസ്ത്രീയമായത് എല്ലാം ശാസ്ത്രവുമായിട്ട് ഘടിപ്പിച്ചിട്ടാണ് നമ്മൾ പറയുമ്പോൾ. അപ്പൊ അതിനങ്ങനെ ഒരു ശാസ്ത്രീയത. അവിടെയാണ് ഈ കൾച്ചറൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന സാധനത്തിന്റെ പ്രത്യേകത. അത് ശാസ്ത്രത്തിന് അതീതമാണ്. നമ്മളുടെ സംസ്കാരം അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയുന്നത് അത് വിശാലമായ അർത്ഥത്തിലാണ്. അപ്പോ അത് നിർണയിക്കുന്നത് നമ്മുടെ പ്രകൃതിയാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമുക്ക് വെള്ളം അല്ലെങ്കിൽ സൂര്യപ്രകാശം, നമ്മളിവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ, ഇതെല്ലാം വെച്ചിട്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ പെരുമാറ്റങ്ങൾ, ജീവിതത്തിലെ പെരുമാറ്റങ്ങളിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് തമിഴിനെയും മലയാളിയെയും കൂടെ നമുക്ക് താരതമ്യം ചെയ്യുകയാണെന്ന് വരികിൽ തമിഴിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുക അവർക്ക് വൃത്തിയില്ലാണ്. എന്താ കാരണം? അവിടെ മഴ കുറവാണ്, അവിടെ വെള്ളം കുറവാണ്. അത് കാരണം അവരെപ്പോഴും ഒരു വൃത്തിയില്ലാത്തവരെ പോലെ കാണപ്പെടും. ആണ് താനും ഒത്തിരി പൊടിയും അലക്കം കുളിയൊന്നുമില്ല, വെള്ളം ഉണ്ടെങ്കിലും കുളിക്കില്ല. മാത്രമല്ല അവരുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കളർഫുള്ളാണ്. കാരണം എന്താ? ഈ അഴുക്ക് കാണാതിരിക്കാൻ വേണ്ടി. നമ്മൾ അധികവും ഈ പറഞ്ഞ പോലെ വെള്ള വസ്ത്രവും വെള്ളം കൊണ്ടും ഒക്കെ എടുത്ത് നടക്കും. കാരണം എന്താ? നമുക്ക് വൃത്തിയായിട്ട് നടക്കാൻ മാത്രം വെള്ളമൊക്കെ അപ്പൊ അതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഈ പ്രകൃതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്സ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ അടിത്തറയുണ്ടോ? ശാസ്ത്രീയമായ രീതിയിലുള്ള ലൈംഗിക രീതികളുണ്ടോ മനുഷ്യർക്ക്? ഇങ്ങനെയൊക്കെ നിങ്ങൾ പോകേണ്ടത്, ശാസ്ത്രീയമായി ഇതിന് ഇങ്ങനെയൊക്കെ ഒരു അടിത്തറയുണ്ട്, നിങ്ങൾ സെക്സ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, അങ്ങനെ ഒരു വിദ്യാഭ്യാസം കുട്ടികൾക്ക് ആവശ്യം? അങ്ങനെ ഇല്ല എന്നുള്ളത് ഞാൻ താത്വികമായിട്ട് പഠിച്ചെങ്കിലും ഈ നമ്മുടെ ഈ പ്രോജക്റ്റിൽ സെക്സ് വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് അത് ഓരോരുത്തരുടെയും, ഞാൻ സാധാരണ പറയാറുണ്ട്, ഓരോരുത്തരുടെയും മുഖം പോലെ വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും ലൈംഗികത. ഓരോരുത്തർക്കും ഓരോ ലൈംഗിക സ്വഭാവമുണ്ട്, ലൈംഗിക രീതികളുണ്ട്. അപ്പൊ അതിലേക്കും ഷാജിദിനെ കുറിച്ചുകൂടി പറയാൻ പറ്റും. ഷാജി 350 പേരെ മേച്ചതാണല്ലോ. ഈ 350 സ്ത്രീകളും ഒരു 200ഓളം പുരുഷ ലൈംഗിക സ്വഭാവമുള്ള മനുഷ്യരെയും
പുറത്ത് കണ്ടെത്തിയത്. ഓക്കെ ഓക്കെ. ഈ എല്ലാ അല്ല മനുഷ്യരും അത് അന്ന്, പക്ഷെ ഇന്ന് ഈ 10-25 വർഷമാകുമ്പോൾ ഒരു 1000-1500 ആളുകളെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. നയിക്കുന്നുണ്ട്. ആ അത് 1500 indirect ആണ്. മറ്റുള്ള ഡയറക്റ്റ് ആയിരുന്നു. അല്ല ഫിസിക്കലി കണ്ട് ചെയ്തിരുന്നു. ഫിസിക്കലി കണ്ടിട്ടുണ്ട്. 1500ഓളം പേരെ കണ്ടിട്ടുണ്ട്, സ്ത്രീകളെയും പുരുഷന്മാർ. പുരുഷന്മാരും. ഈ അന്ന് കണ്ട ആ മനുഷ്യർ 25 വർഷം മുമ്പുണ്ടായിരുന്ന മനുഷ്യരുടെ ലൈംഗിക രീതികളും ലൈംഗിക സ്വഭാവങ്ങളും എങ്ങനെയായിരുന്നു അന്നത്തെ? അന്ന് എനിക്ക് തോന്നുന്നത് അവർക്ക് ഈ സെക്സ് വർക്ക് ചെയ്യണമെങ്കിൽ സ്ത്രീകൾക്ക് ധൈര്യം വേണം. അത് അവർക്ക് ധൈര്യം കുറവാണ്. ഇപ്പം രാത്രി ആയാലും നിൽക്കണമെങ്കിൽ ധൈര്യം വേണം. ഞാൻ അന്നേ ഇപ്പം പറയില്ലേ സ്ത്രീകൾക്ക് രാത്രി നടത്തുന്നൊക്കെ പറയുന്നത്, പക്ഷെ അന്നും ഈ സ്ത്രീകൾ രാത്രി നടന്നിട്ടുണ്ട്. ഞാൻ ഈ രാത്രി നടത്തുന്ന സ്ത്രീകളെന്നെല്ലാം പറയുമ്പോൾ ഞാൻ ആലോചിക്കും, നമ്മുടെ ഈ തെരുവിലെ സ്ത്രീകൾ രാത്രി നടക്കുന്നുണ്ട്. അവർ രാത്രി തന്നെ ഉറങ്ങും. അപ്പൊ ഈ രാത്രി നടക്കുന്നവർക്ക് അപൂർവമായിട്ട് അക്രമങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. അത് ഏത് വർഷം മുമ്പ് 98 കാര്യം ഞാൻ പറയുന്നത്, 25 വർഷം മുമ്പത്തെ. അപ്പൊ അന്ന് ഈ രാത്രിയിൽ 100-150 പേര് നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അക്രമം എപ്പോഴും ഉണ്ടാകുന്നത് ഏതെങ്കിലും ഈ പറയുന്ന വൈകൃതമായിട്ട് പെരുമാറുന്ന സ്വഭാവമുള്ള ആളുകൾ വരുമ്പോൾ മാത്രം രാത്രി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇവര് നടക്കുന്ന സമയത്ത് അവർക്ക് ധൈര്യക്കുറവുണ്ട്. അക്രമം ഈ ഗുണ്ടകൾ അവർ ഏറ്റുവാങ്ങിയ വൈകൃതങ്ങൾ എങ്ങനെയൊക്കെയുള്ളതായിരുന്നു? നിങ്ങളോട് പങ്കുവച്ച വൈകൃതങ്ങൾ, അവരുടെ ശരീരം, അവരുടെ മനസ്സ് ഏറ്റുവാങ്ങിയ ശരീരവും മനസ്സും രണ്ടു തരത്തിലും ഉണ്ടാകാം. ഫിസിക്കലി അറ്റാക്ക്, മെന്റലി അറ്റാക്ക്. ഇത് രണ്ടും നിങ്ങളോട് പങ്കുവച്ചത്? ഒന്ന്, ഇവരെ കൂടെയുള്ളവർ ഇവർക്ക് മദ്യം കൊടുക്കും. ഈ മദ്യം ഇവർക്ക് കുറച്ചും കൂടി ഈ ധൈര്യം കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. രാത്രിയിൽ ഇങ്ങനെ നിൽക്കുന്നതിനെല്ലാം പിന്നെ കഞ്ചാവ് ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥലകാല ബോധത്തിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് വരുന്ന ആളുകൾ അവരെ ഈ വ്യത്യസ്തമായ രീതിയിൽ, നേരത്തെ ഡോക്ടർ പള്ളത്തച്ഛൻ സൂചിപ്പിച്ച പോലെ, പിന്നെ ഓരോ വ്യക്തിയും അവരോട് പെരുമാറുന്നത് അവർക്ക് ഈ സ്ത്രീക്ക് ആഗ്രഹിക്കുന്ന പോലെയല്ല, അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലാണ്. അപ്പോൾ അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലായതുകൊണ്ട് തന്നെ അതിൽ അക്രമ സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു സ്ത്രീ 3 ആൾ വരുന്നു. അപ്പോൾ അവർ പറയുന്നു, നിങ്ങൾ 3 ആളും ഒരുമിച്ച് അപ്രോച്ച് ചെയ്യുന്ന സംഭവം വേറെ ഏത് രീതിയിലായി? സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുക, അതിലൊക്കെ സംഭവങ്ങൾ, ലൈംഗിക അവയവങ്ങൾ ക്ഷതമേൽപ്പിക്കുക. തീർച്ചയായിട്ടും. അതായത് അടിക്കുക, മുടി പിടിച്ച് വലിച്ചിട്ട് അവരെ മുടി ചുരുട്ടി അവരെ നിലത്തടിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ കൊല്ലപ്പെട്ട ആൾക്കാരുണ്ട്. ഈ വസുമതി, വല്ലി എന്നൊക്കെ പറയുന്നവർ കൊല്ലപ്പെട്ടത് അങ്ങനെ. കഴുത്ത് ഞെരുക്കുക ഈ ചെയ്യുന്ന സമയത്ത്, അങ്ങനെയാണ് വല്ലി കൊല്ലപ്പെട്ടത്. ഈ കഴുത്ത്, നമ്മൾ റെയിൽവേ ട്രാക്കിൽ കഴുത്ത് ഞെരിച്ച് കയറിട്ട ഈ ചുരിദാറിന്റെ ഷാൾ കൊണ്ട് ഞെരിച്ച രീതിയിലായിരുന്നു കണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ വല്ലീനെയും അങ്ങനെ തന്നെയുണ്ട്. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള എന്ത് പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഇവിടെ നടന്ന കൊലപാതകം, ഇവിടെ നമ്മുടെ പാറക്കണ്ടി ബീവറേജിന് സമീപം ശ്രീവല്ലി എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊല ചെയ്യപ്പെട്ടു. ഇപ്പം ഈ അടുത്ത് കഴിഞ്ഞ മാസം ഞാനായിരുന്നു പോലീസിനെ ഇൻക്വസ്റ്റിനൊക്കെ സഹായിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു 5 മണിക്ക് ഇത്തരത്തിൽ ബലമായി പ്രവൃത്തി ലൈംഗികമായി ഏർപ്പെട്ട് കൊലപ്പെടുത്തിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ അവർക്ക് വീട്ടിൽ പോലും സ്പേസ് ഇല്ല. അപ്പോൾ ചില ആൾക്കാർ പറയും, നിങ്ങൾക്ക് ഇവരെ ഈ നന്നാക്കിയിട്ട് ഈ പുരുഷന്മാരെ വീട്ടിലെത്തിച്ചൂടെയും ചോദിക്കും. ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ. വീട്ടിൽ ഇത്തരം വൈകൃതങ്ങൾ കാണിക്കുമ്പോൾ വീട്ടിൽ മക്കളുമായിട്ടും ഭാര്യയുമായിട്ട് പൊരുത്തപ്പെടാതെ ഇറക്കി വിട്ട അവരാണ് ഈ കുഴപ്പക്കാർ. ഒരു ചോദ്യം എന്താ വെച്ചാൽ, നിങ്ങൾ എയ്ഡ്സ് ആയിരുന്നല്ലോ നിങ്ങളുടെ ലക്ഷ്യം. ഇവരുടെ പുനരധിവാസത്തെക്കാൾ ഒരു ഹിഡൻ അജണ്ട HIV തടയുക. അന്നത്തെ എയ്ഡ്സ് രോഗികളുടെ എണ്ണം എങ്ങനെയായിരുന്നു? അവര് അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾ കൊടുത്തിരുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയായിരുന്നു? കോണ്ടം ഉൾപ്പെടെയുള്ള എന്തൊക്കെ മുൻകരുതലാണ്? അതായത് നമ്മൾ വരുമ്പോൾ തന്നെ, നമ്മൾ ഈ 98-ലാണ് HIV തടയുന്ന പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും നമ്മൾ വരുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവരെല്ലാം ഉണ്ട്. ഇവരിൽ പല ആൾക്കും അന്ന് തന്നെ HIV പിടികൂട്ടിയിട്ടുണ്ട്. എത്ര പേരുണ്ടായിരുന്നു അന്ന്? നമുക്ക് ഒരു 250 പേരിൽ എത്ര പേരുണ്ടായിരുന്നു? 350-ൽ നമ്മളൊരു 25 പേരോളം നമ്മൾ അന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. 25 പേരോളം. ഒരു 40ഓളം സിഫിലിസ് കേസുകൾ, 40-48ഓളം സിഫിലിസ് കേസുകൾ. ഈ അസുഖങ്ങളൊക്കെ സിഫിലിസ് ഉണ്ട്. ഇപ്പൊ സിഫിലിസ് ഉണ്ട്, അതുപോലെ HIV ഉണ്ട്. പക്ഷെ ഇപ്പൊ കാണുന്നത് നമ്മുടെ യൂത്തിനിടയിലും ജനറൽ പോപ്പുലേഷന്റെ ഇടയിലാണ് കൂടുതലായിട്ട് കാണുന്നത്. കാരണം ഇപ്പോൾ ഇവരെ ഈ പറയുന്ന ലൈംഗിക തൊഴിലിൽ ഏർപ്പെടുന്നവർക്ക് HIV കുറിച്ച് അറിവ് കിട്ടുന്നുണ്ട്. ഇന്ന് നമ്മുടെ ലൈംഗിക തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളുടെ ഇടയിൽ ഫോണില്ലാത്ത
ഒരാളും തന്നെ ഇല്ല. അവർക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട്, HIV എയ്ഡ്സിനെ കുറിച്ചും കോണ്ടം യൂസ് ചെയ്യുന്നതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ ഇൻഫർമേഷൻ കിട്ടും. അന്നത്തെവർക്ക് ഒന്നും കിട്ടുന്നില്ല, പത്രം പോലും വായിക്കാൻ അറിയില്ല, ഈ മൊബൈലില്ല. അല്ല, ഈ പുതിയ ഇപ്പോഴത്തെ ജനറേഷനിൽ ഇങ്ങനെ യങ്സ്റ്റേഴ്സിന് ഇത് കൂടുതൽ വരാനുള്ള ഒരു കാരണം എന്താണ്? കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിന് ഒരു മുതിരോ ഇന്നത്തെ കാലത്ത് ഉണ്ട്. എങ്ങനെ? അതായത് അവർക്ക് ഈ പറയുന്ന ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം തോന്നുമ്പോൾ എല്ലാ സമയത്തും ഇത് കിട്ടണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഈ കോണ്ടം പോയി വാങ്ങാനുള്ള മടി നമ്മളെ അങ്ങനെയൊക്കെ ഉണ്ടോ ഇന്നത്തെ ജനറേഷൻ? ഇപ്പോൾ ഉണ്ട്, അത്യാവശ്യമുണ്ട്, മടിയുണ്ട്. പിന്നെ ഈ മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി, അതിലൂടെയും വരുന്നുണ്ട്. അപ്പൊ ചില സാഹചര്യങ്ങളിൽ നടക്കുന്ന ലൈംഗിക ബന്ധത്തിൽ കോണ്ടം യൂസേജ് നടക്കുന്നില്ല. ചില സാഹചര്യങ്ങൾ എന്ന് പറയുമ്പം ഇപ്പം ഒരു പ്രണയം നടിച്ചു ടൂർ പോകുന്നു. അപ്പോൾ ഈ പ്രണയം നടിച്ചു ടൂർ പോകുമ്പം ഇയാൾ മറ്റ് സ്ത്രീകളുടെ അടുത്തും പോയിട്ടുണ്ടാവും. ഈ പെൺകുട്ടീൻ്റെ അടുത്ത് കോണ്ടം യൂസ് ചെയ്യണം, ഞാൻ അങ്ങനെ പോയിട്ടുള്ള ആളാണെന്ന് ബോധ്യപ്പെടുത്താൻ അഭിമാന പ്രശ്നമല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? കോണ്ടം ഇല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. അപ്പോൾ HIV പിടിപെടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുപോലത്തെ ഈ പറയുന്ന ഗ്രൂപ്പായിട്ട് ഒരു ആൾക്കാർ കൂടി ലോഡ്ജിൽ, ഇപ്പോൾ ലോഡ്ജിലുകളിലൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോണ്ടം യൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ചില ലോഡ്ജുകളൊക്കെ നന്നായി അതിനെ സഹകരിക്കുന്നുണ്ട്, കോണ്ടം കൊടുക്കുന്നുണ്ട്. കാരണം മനസ്സിലായ കോണ്ടം കൊടുക്കുന്നുണ്ട്. 2 കപ്പിൾസ് വരുമ്പം അവർ ഈ വെളിച്ചെണ്ണയും സോപ്പും എല്ലാം കൊടുക്കുന്ന പോലെ കോണ്ടം കൊടുക്കാൻ തയ്യാറുള്ള ആ ഒരു കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ലോഡ്ജുകൾ ഉണ്ട്. നടത്തിയിട്ട് ആ ലോഡ്ജുകളുമായിട്ടുള്ള ധാരണ. അപ്പൊ ലോഡ്ജുകാർ എന്താ പറയാന്നറിയോ, ഇത് പേടിയാ ഞങ്ങൾ കൊടുക്കുന്നതല്ല, പോലീസ് വന്നാൽ എന്താ റെയ്ഡ് നടത്തുമ്പോൾ മനസ്സിലാക്കുക കോണ്ടം ഉണ്ട്, അപ്പോൾ ഇത് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ HIV കോണ്ടസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ഒരു അവബോധം പോലീസിനും കൊടുക്കണം എന്ന് പറയും. ഇല്ല, റെയ്ഡ് ഇല്ല. എന്റെ ഒരു ചോദ്യം, പണ്ടുണ്ടായിരുന്ന എയ്ഡ്സ് രോഗികളുടെ എണ്ണം പണ്ടത്തെ അപേക്ഷിച്ച് കൂടുതലാണോ കുറവാണോ? അന്ന് നമ്മൾ കണ്ടെത്താത്ത ആൾക്കാരെ മുഴുവൻ കണ്ടെത്തി. പക്ഷെ ഇപ്പോൾ കണ്ടെത്തിയതിന് ശേഷം നമുക്കൊരു സ്റ്റെക്ക് വന്നു. ഇപ്പൊ നമ്മൾ പുതിയ ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മളൊരു കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഒരു പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ ഒരു 65-70 ആൾക്കാരെ സ്റ്റാറ്റസേ അറിഞ്ഞിട്ടുള്ളൂ. ഒരു 35% ആൾക്കാർ സ്റ്റാറ്റസ് ഇപ്പോൾ അറിയില്ല. സ്റ്റാറ്റസ് അറിയില്ല. 70% സ്റ്റാറ്റസ് വെച്ചിട്ട് എത്രമാത്രം എയ്ഡ്സ് രോഗികളുണ്ട്? ഉണ്ടാവും തീർച്ചയായിട്ടും. നമുക്കൊരു അതിൻ്റെ അകത്തുനിന്ന് ഒരു കുറച്ച് പേരെങ്കിലും ഇതിൻ്റെ അകത്തേക്ക് ഈ HIV പോസിറ്റീവിനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ 35% എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു ടെസ്റ്റിനും വിധേയമാകാത്തവരാണ്. അവർ സ്റ്റാറ്റസ് പുറത്തേക്ക് എന്താണെന്ന് അവർ നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ പറയുന്നത്, വിവാഹത്തിന് മുമ്പ് നിങ്ങൾ HIV പരിശോധിക്കണം, രക്തം കൊടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കണം, അവിടെ HIV പരിശോധിക്കും, സർജറിക്ക് മുമ്പ് HIV പരിശോധിക്കും. അപ്പോൾ നമ്മളൊരു ലക്ഷ്യം തന്നെ ഇനി ഈ 2030 മുഴുവൻ ആൾക്കാരും സ്റ്റാറ്റസ് അറിയാം, HIV സ്റ്റാറ്റസ് അറിയാം. കാരണം അറിയുന്ന പേടിക്കാനില്ല. കാരണം ഇപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, മരുന്നുണ്ട്, സംവിധാനം. അറിഞ്ഞാലല്ലേ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. വൈറൽ ലോഡ് കുറയുന്നത് തടയാൻ പറ്റും. ഈ വൈറൽ ലോഡ് കുറയാന്നുള്ളൊരു പ്രോസസ്സായി ഇതിന് നടക്കുക. വൈറൽ ലോഡ് കുറയും. അതുപോലെ തന്നെ ഇവർക്ക് പിന്നെ HIV വൈറസ് പിന്നെ നമ്മളെ ആൻറ്റിബോഡീനെയാണ് നശിപ്പിക്കുന്നത്. അപ്പോൾ ആൻറ്റിബോഡി കുറയില്ല. CD4 സെല്ലുകൾ നമുക്ക് അങ്ങനെ നിലനിർത്താൻ പറ്റും. അതൊക്കെ ഈ മരുന്ന് കൊണ്ട് ART എന്ന ട്രീറ്റ്മെൻറ്റ് പേര് ജില്ലാ ആശുപത്രിയിലെ സംവിധാനമുണ്ട്. ആ മരുന്ന് കൊണ്ട് സാധിക്കും. അപ്പം ഇന്ന് നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന ദിവസം തന്നെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് ദേശീയ യുവജന ദിനമാണ്. ശരിക്കും ഈ മെസ്സേജ് ഇന്ന് നമ്മൾ യുവജനങ്ങളുടെ ഇടയിൽ എത്തേണ്ട ഒരു സന്ദേശമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഈ ഡോക്ടറെ, ഈ ലൈംഗിക വിദ്യാഭ്യാസം അതൊരു കോൺസെപ്റ്റ് ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ടോ? അതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? അത് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഈ ഷാജി പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് തുടങ്ങാം. അതായത് ഇപ്പൊ നമുക്കറിയാം, ഈ ന്യൂ ജനറേഷന്റെ ഇടയ്ക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പെണ്ണിനെയും കൂട്ടി നടക്കുക, അല്ലെങ്കിൽ ചെറുപ്പക്കാർ കോളേജിൽ പോകുന്നവരൊക്കെ ഇങ്ങനെ ഒരു പെൺകുട്ടിയെയും കൂട്ടി നടക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴങ്ങനെ ആ സ്വാതന്ത്ര്യം ഉണ്ട് താനും. ഈ സ്വാതന്ത്ര്യം വന്ന് നമ്മൾ ഇപ്പോഴത്തെ ഈ എന്താണ് എപ്പോഴും ഈ ആണും പെണ്ണും ഒരു 18 വയസ്സൊക്കെ ആവുന്നത് +1 എത്തിക്കഴിയുമ്പോഴേക്കും എനിക്കൊരു കൂട്ടുകാരിയോ വേണം, ഇല്ലെങ്കിൽ എന്തോ കുറവുണ്ടെന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അപ്പോഴത് അങ്ങനെ ഇന്നസെന്റ് മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് മുതലെടുക്കുന്ന പാർട്ടീസൊക്കെ
അല്ല ചെറുപ്പക്കാർ അത് അധികം മുൻകൈ. അതാണ് ഈ സെക്സ് എഡ്യൂക്കേഷനുള്ള സാധ്യത എത്രമാത്രം. അതിന്റെ ഇടയ്ക്ക് ആണുങ്ങളാണ് ഈ മുൻകൈ എടുക്കുന്നതല്ല, നമുക്കറിയാമല്ലോ. പെണ്ണുങ്ങൾക്ക് അത് എപ്പോഴും ഒരു ഭയമാണല്ലോ, ഇത് വല്ലതും സംഭവിക്കും. അങ്ങനെയുണ്ടോ? അല്ല, അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പൊ ആ ലെവലിലുള്ള ഒരു ചിന്തയൊക്കെ ബയോളജിക്കലായിട്ടുണ്ട്. ബയോളജിക്കലായിട്ട് ആ ചിന്തയില്ലേ. അപ്പൊ അതിന് കുറച്ചൊക്കെ അവർക്ക് പിടിച്ചു നീക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ സോ കോൾഡ് നമ്മുടെ എന്താണ് രണ്ടുപേരും കൂടി ഒരു കപ്പിളായി കഴിഞ്ഞാൽ, കപ്പിളല്ല എന്തായാലും ഫ്രണ്ട്ഷിപ്പ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ലൈംഗികമായിട്ട് നിന്ന് കൊടുക്കേണ്ടുന്ന ഗതികേട് വരുന്നുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങൾ ഇപ്പോൾ ഈ യൂത്ത് സെക്സ് കോമൺ ആയിട്ട് വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ചെറുപ്പക്കാരിൽ ഇപ്പോൾ കൂടി വരാൻ കാരണം. പിന്നെ ഈ പറഞ്ഞ പോലെ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? അതിനുള്ള സാധ്യത എത്രമാത്രമാണ്? അതിൽ സെക്സ് എഡ്യൂക്കേഷൻ ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ പോലും ഉണ്ടല്ലോ. സെക്സ് എഡ്യൂക്കേഷന് കാര്യമായിട്ടൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആ താത്വികമായുള്ള തിയറി അല്ലല്ലോ പ്രയോഗത്തിൽ വരുമ്പോ. ഇപ്പൊ ഞാൻ ഒരുത്തന്റെ ഒരു പെൺകുട്ടിയുടെ കാര്യം എടുക്കും, ഒരാളുടെ വലയിൽപ്പെട്ടു അല്ലെങ്കിൽ ആ സ്നേഹിതനായി കഴിഞ്ഞു. അപ്പോഴവൻ വെക്കുന്ന ചില ഡിമാൻഡുകൾക്ക് ഞാൻ നിന്ന് കൊടുക്കാതിരിക്കാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഈ ഡേറ്റിങ്ങിനൊന്നും നമ്മുടെ സാഹചര്യം ആവശ്യമില്ല. നമ്മുടെ ആളുകൾ അതിന് പക്വതയുള്ളവരല്ല, അതിന് പക്വതയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഈ കേരളം വിട്ടാൽ ഇതെല്ലാം ആദ്യം മുതലേ കണ്ടൊക്കെ വളരുന്ന കാരണം ഒരു പെണ്ണിന് നോ പറയാനും ഒരാണിന് നോ പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യവും ഇവിടെ അതില്ല. ഇവിടെ ഒരു ഭയങ്കര മിസ്റ്ററി അല്ല, അപ്പുറത്തെ സാധനം എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ അത് കാരണമുള്ള ആ ക്യൂവിൽ ഇപ്പൊ അവര് ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? അതായത് നമ്മള് MSM സ്വവർഗ രതിയിൽ ഏർപ്പെടുന്ന സെക്സ് വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റ് ഒരു പോയിന്റ് ഉണ്ട്. സ്വവർഗരതിയിൽ ഏർപ്പെടുന്നവരിൽ മുഴുവൻ എല്ലാവരും സെക്സ് വർക്കർ അല്ല. അതിലൊരു ചെറിയ പെർസെൻറ്റേജ് ആണ് ഈ സെക്സ് വർക്കിലുള്ളത്. അതുകൊണ്ട് തന്നെ അന്ന് MSM മെയിൽ സെക്സ് വിത്ത് മെയിൽ എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് ചെയ്തത്. പിന്നെയാണ് നമ്മൾ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി നമ്മൾ അറിയപ്പെട്ടു. ട്രാൻസ്മെന്ന് വന്നു, പിന്നെ ലെസ്ബിയൻ വന്നു, ഇങ്ങനെ എല്ലാവരും വന്നു. നമ്മളെ കേരളത്തിലെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതിന് ഒരു പ്രയാസമില്ലാണ്ടായി. അതിലൊരുപാട് ജീവന സംസ്കൃതി, തൃശ്ശൂരിലാണെങ്കിൽ സഹയാത്രിക, അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ഇവരെ ഈ കമ്മ്യൂണിറ്റി തന്നെ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? നേരിട്ട പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ അവർ സ്വന്തം വീട്ടിൽ നിന്ന് ഒന്നാമത്തെ പ്രതിസന്ധി, വീട്ടുകാർക്ക് എന്ത് വിളിക്കണം എന്ന് പറ്റാത്തൊരവസ്ഥ. വീട്ടിൽ ജനിച്ചു വളർന്ന് മോനേന്ന് വിളിച്ച് ഒരു സുപ്രഭാതത്തിൽ ഇത് മോളേന്ന് വിളിക്കുമ്പോൾ ഏട്ടനുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. ഒരു ഏട്ടൻ എൻ്റെ നേരെ കത്തിയാളൊക്കെ എടുത്തിട്ട് ഓടി വന്നതാണ്. കാരണം പ്രിയേഷ് എന്ന് പറഞ്ഞ പ്രിയേഷ് എന്നാണ് അയാളെ പേരുണ്ടായിരുന്നത്. അങ്ങനെ പ്രിയേഷായിട്ട് ജീവിച്ചു, നമ്മളെ കൂടെയൊക്കെ വന്നു. ഇടയ്ക്ക് ബാംഗ്ലൂരിലൊക്കെ പോയി വന്നപ്പോൾ അവിടെ നല്ല സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ബാംഗ്ലൂരിൽ നിന്ന് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി ട്രാൻസ്ജെൻഡറായി ട്രാൻസ് വുമണായി വന്ന് പ്രിയേഷ് എന്നുള്ളത് പ്രിയയായി മാറിയിട്ട് നേരെ വീട്ടിലേക്ക് വരാം. വീട്ടിൽ വന്ന് വിഷയം ഉണ്ടായപ്പോൾ പോകുന്ന സംസാരിക്കാൻ ഞാനാ. അപ്പൊ നിങ്ങളാണല്ലേ ഇതിന്റെ ആള്. ഏട്ടൻ പറഞ്ഞു നിങ്ങളാണ് പ്രിയേഷിനെ പ്രിയാക്കിയ നിങ്ങളാണ്, നിങ്ങളെയാണ് ശരിപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ എൻ്റെ നേരെ വന്നു. ഞാൻ പറഞ്ഞു അമ്മ പാവം, അമ്മ കരയുന്നു, അമ്മക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഏട്ടന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, വീട്ടിൽ ഭയങ്കര ഇറങ്ങിപ്പോണെന്ന് പറയുന്നു. പക്ഷേ പിന്നീട് ഈ പ്രിയക്ക് പണമൊക്കെ വരാൻ തുടങ്ങി. പണം ജോലി ചെയ്ത് സമ്പാദിക്കാൻ തുടങ്ങി. ആർട്ടിസ്റ്റായിട്ടും മേക്കപ്പിന് പോകാൻ തുടങ്ങി. വളരെ കലാകാരന്മാരായി ഇവർ. നല്ല നൃത്തം, അതുപോലെ മേക്കപ്പ്, എല്ലാം ഈ യുവജനോത്സവങ്ങൾ വേദികളിലെല്ലാം ഇവർ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നല്ല, നല്ല വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടുന്നത്ര അംഗീകാരം അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ ഇവർക്ക് പണം വരുമ്പോൾ വീട്ടുകാർ പതുക്കെ സ്വീകരിക്കുന്ന ഒരു സ്ഥിതിയും കാണുന്നുണ്ട്. പണം വരുന്നതായിട്ട് മാത്രമല്ല, ഇവർക്ക് സ്റ്റാറ്റസ് സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ള വ്യത്യാസം കാരണം അങ്ങനെ ഒരുപാട് ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ജീവന സംസ്കൃതിയുടെ തുടക്കത്തിൽ 350 സ്ത്രീകളും 200 പുരുഷന്മാരുടെ കഥ നമ്മൾ പറഞ്ഞു. 550 പേർ തുടക്കത്തിൽ. ആ 550 പേരുടെ പുനരധിവാസം ഏതൊക്കെ തലത്തിൽ നടന്നു, ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ അത് കടന്നുപോയി, ഇപ്പോൾ അതിന്റെ സ്റ്റാറ്റസ് എന്താണ്? അതിൽ ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ ഈ ജീവന സംസ്കൃതിയിൽ പ്രത്യേകമായൊരു സംവിധാനം നമ്മൾ ഒരുക്കിയിരുന്നു. DIC എന്നാണ് പറയുക, ഡ്രോപ്പിംഗ് സെൻറ്റർ. അപ്പോൾ ഈ ഡ്രോപ്പിംഗ് സെൻറ്ററിൽ ഇവർ വരുമ്പം എന്താ ഉണ്ടാകാന്ന് പറഞ്ഞാൽ ഇവർക്ക് കുളിക്കാനൊരു സംവിധാനം, അലക്കാനൊരു സംവിധാനം, മേക്കപ്പ് റൂം, അതുപോലെ തന്നെ പിന്നെ വസ്ത്രം മാറി പോകാനൊരു സംവിധാനം, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ പോലീസ് വരും.
ഈ ഓഫീസിന്റെ പുറത്ത് നിൽക്കും. എന്തിനാ ഇവർ മാറ്റിയിട്ട് പുറത്തിറക്കുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുക. അങ്ങനെ ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി, ഞാനും അന്നേരത്തെ മാനേജർ ലീന മെർസി എന്ന് പറയുന്ന ആളും കുത്തിയിരുന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഓഫീസിൽ നിന്ന് ഇവരെ പിന്നിൽ ഓഫീസ് പൂട്ടി ഇറങ്ങുമ്പോൾ റോഡിന്റെ മുകളിൽ പിടിച്ചോണ്ട് പോലീസ് അങ്ങനെ ചെയ്യുന്നത്? സെക്സ് വർക്കർ അന്ന് ഫീമെയിൽ സെക്സ് ഇപ്പം അത് മാറി. മാറി. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിലെ സ്ഥിതിയെ പറഞ്ഞത്. അപ്പോ ഇവർക്ക് ഇതൊക്കെ പഠിപ്പിച്ച സമയത്ത് പിന്നെ ആളുകളുമായിട്ടുള്ള സമ്പർക്കം വന്നു. നമ്മളെപ്പോലെ ആകണം എന്ന് അവർക്കും ആഗ്രഹം വന്നു. അവർക്കും നമ്മളെപ്പോലെ ആകണം എന്നുള്ള ആഗ്രഹം വന്നു. നമ്മൾ ഒന്നിച്ചു ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പൊ അവര് കംപ്ലീറ്റ് ഈ നഗരത്തിന്റെ അവര് മാറി, വേറെ ഒരുപാട് ആളുകൾ മാറി. കുടുംബജീവിതത്തിലേക്ക് ഹോംനേഴ്സ് ജോലിയിൽ മാറി, ലോട്ടറി വിൽപ്പനയിലേക്ക് മാറി, കൂലിപ്പണിക്ക് പോകുന്ന രീതിയിലേക്ക് മാറി. എന്തൊക്കെയാണ് നിങ്ങൾ ഇവർക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതോടൊപ്പം തന്നെ അവര് പുനരധിവാസമുള്ള പദ്ധതികളും ആസൂത്രണം ചെയ്ത് എന്തൊക്കെ പദ്ധതികളാണ്? ഇവർക്ക് ഐഡന്റിറ്റി കാർഡ് ആർക്കും ഉണ്ടായിട്ടില്ല. നമ്മള് ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി കൊടുത്തു. ഐഡന്റിറ്റി കാർഡിന്റെ ബെനിഫിറ്റ് എന്താണ്? ബെനിഫിറ്റ് ഇവർക്ക് വീട് കിട്ടും, വാടകയ്ക്ക് ഫോൺ എടുക്കാൻ പറ്റും, തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി കൊടുത്തു. വിലാസമില്ലാത്തവർക്ക് വിലാസം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ തന്നെ അവർക്ക് ഒരു അസ്തിത്വം വന്നു നിവർന്ന് നിൽക്കാൻ തുടങ്ങി. പിന്നെ പല ആളും എന്റെ ആധാർ കാർഡ് എത്രയോ പേരെടുത്തുണ്ട്, എന്റെ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി. എന്തിനാണ് ഐ ഡി കാർഡ് കൊണ്ടുപോയിട്ട് എന്റെ ഐ ഡി കാർഡിൽ വീടെടുത്തവര്, ഫോൺ എടുത്തവരിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഈ അപകടമായിട്ട് മാറിയിട്ടുണ്ടോ? ഇല്ല, ഈ നിമിഷം വരെ ഒരു അപകടമായിട്ട് വന്നിട്ടില്ല. ഈ സ്ട്രീറ്റിലുള്ള ആളുകളാ നമുക്ക് വിശ്വസിക്കാം. അവർ ആ രീതിയിൽ ചതിക്കൂല, ആത്മാർത്ഥത. അവരൊരിക്കലും അവരടുത്ത് പോയ ഒരാളെ പറ്റിയിട്ട് അവർ വിളിച്ചു പറയില്ല. പല പ്രമുഖരും പോയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. പല പ്രമുഖരും അവരെ സമീപചാരികളൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങളും പറയില്ല, അവരും പറയില്ല. ഭയങ്കര ക്വാളിറ്റി ഇപ്പൊ പലതും വിളിച്ചു പറയുന്ന കാലഘട്ടമാണല്ലോ. പക്ഷെ ഇവരൊന്നും പറയില്ല. ഇവര് വിളിച്ചു പറയാൻ തുടങ്ങിയ പല മുഖങ്ങൾ അഴിഞ്ഞു വീഴും. പല മുഖങ്ങൾ അഴിഞ്ഞു എറിയപ്പെടും. പക്ഷെ ഇവര് പറയില്ല. ഈ സുപ്രീം കോടതിയുടെ ഈ ചരിത്രപരമായ വിധി വന്നല്ലോ, സ്ത്രീ പുരുഷ ബന്ധം, അത് എത്രമാത്രം നമുക്ക് ഗുണകരമായി മാറി? അതിന്റെ മെറിറ്റ് എന്താണ്? അല്ല, അത് താത്വികമായിട്ട് നിൽക്കാല് കേരളത്തിലെ പ്രശ്നം എന്താണ്? ഇത് ലീഗലായിട്ട് അനുവദിച്ചിരിക്കുന്ന പല സാധനങ്ങളും ഇവിടെ പ്രായോഗികമാക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് ശക്തമാണ് ഇവിടുത്തെ ചില ലോബി, പ്രത്യേകിച്ച് മത ലോബികളൊക്കെ. കാരണം സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഇവിടെ ഏറ്റവും ബഹളം ഉണ്ടാക്കിയത് ആരാണ്? മതാധികാരികളാണ്. അതായത് ഇതിനെ ഒരു പരിധിവരെ ഗുണപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് ഇവിടെ ബഹളം ഉണ്ടാക്കിയത്. അങ്ങനെ ഇവിടെ ബഹളം ഉണ്ടാക്കിയാൽ അവിടെ നിയമം നിർമ്മാണം നടക്കും, പക്ഷെ ഇവിടെ പ്രയോഗത്തിലില്ലല്ലോ. കേരളത്തിൽ അത് കുറച്ചുകൂടി ഡിഫിക്കൽട്ട്, വളരെ ഡിഫിക്കൽട്ടാണ് കേരളത്തില്. വേറെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ ജീവന സംസ്കൃതിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ജീവന സംസ്കൃതിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ വെറും ഈ HIV AIDS പ്രിവെൻഷൻ മാത്രമല്ല നോക്കി, അതും ചെയ്തു. അതും വളരെ കാര്യക്ഷമമായിട്ട് ചെയ്തു. അതിന് പുറമെ ഈ പറയുന്ന സ്റ്റിഗ്മ, സോഷ്യൽ സ്റ്റിഗ്മ മാറ്റാനായിട്ട് ഞങ്ങളെടുത്ത നിലപാടുകളും പ്രചരണങ്ങളും പരിപാടികളും. എന്തെല്ലാം നിലപാടാണ് പ്രധാനമായിട്ട് എടുത്തെന്ന് പറഞ്ഞാൽ, എല്ലാ വർഷവും ഞങ്ങൾ ഈ ടൗൺ ഹാളിൽ ഇവരുടെ തന്നെ ആർട്ട് ഫെസ്റ്റിവൽ നടത്തുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഈ സമൂഹത്തോട് പറയും, ഇവർ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള സെക്സ് വർക്കേഴ്സ് മാത്രമല്ല, അവരങ്ങനെ സെക്സ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഉപജീവനത്തിന് ചെയ്യുന്നവരായിരിക്കാം കുറേ പേര്. അവർ അസാധാരണമായിട്ടുള്ള കലാപ്രതിഭകളാണ്. എല്ലാ തലത്തിലും സമൂഹത്തെ ബോധ്യപ്പെടുത്തി. അത് വിജയിച്ചു. അത് വിജയിച്ചെന്ന് മാത്രമല്ല, രണ്ടാമതും ഈ സമൂഹത്തിന്റെ ഈ മൊത്തത്തിൽ ഇവരോടുള്ള ഒരു സമീപനമാണ്, അത് മാറ്റിയെടുക്കാനും ഒക്കെ. അത് മാത്രമല്ല, അതിന് അങ്ങനെയാണ് ഞങ്ങൾ ഇവരെ ഈ പത്രത്തിന്റെ മുന്നിൽ, പത്രങ്ങളുടെ ഈ ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്നത് അങ്ങനെയാണ്. അത് വലിയ ഉപകാരമായി. അത് മാത്രമല്ല, ഇവിടുത്തെ ഈ ചിലരുണ്ടല്ലോ, ഈ സെക്സ് വർക്കേഴ്സ് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, ഞങ്ങൾക്ക് എത്രയോ ഉദാഹരണങ്ങളുണ്ടെന്നറിയാമോ? ഇവർ ചെയ്യുന്നത് വലിയൊരു സാമൂഹിക സേവനമാണ്. എന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഈ ഇരിട്ടിക്കപ്പുറത്ത് ഈ കർണാടക ബോർഡറിൽ ഞങ്ങളൊരു നേരിട്ടുള്ള അനുഭവം, കുറച്ച് ഹൈ ലെവലിൽ സെക്സ് ചെയ്യുന്ന ഒരു അമ്മയും 3 പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക് ഈ ധാർമ്മിക ബോധം മൂത്തിട്ട് അവരെ അവിടുന്ന് ഓടിച്ചു. 2 ആഴ്ചക്കുള്ളിൽ 2 റേപ്പ് ചുറ്റുപാട്. അപ്പോഴവരുടെ സൂക്കട് പോയ ആൾക്കാരെ തിരിച്ചു. അപ്പം അച്ഛൻ്റെ ഒരു അഭിപ്രായത്തില് ഈ സെക്സ് വർക്ക് നിയമപരമായി അനുവദിക്കണം. ഇത് അനുവദിച്ചിട്ടുള്ള അവരങ്ങനെ നിയമമായിട്ടില്ല. റെഡ് സ്ട്രീറ്റ് ഏകദേശം അംഗീകരിച്ചോ എന്ന് ചോദിച്ചാൽ അംഗീകരിച്ചു എന്നൊക്കെ പറയാവുന്ന ബോംബെയിലും പൂനെയിലൊക്കെ ഉണ്ട്. അവിടെ ആളുകൾ എത്ര റിലാക്സ്ഡാണ് ഈ സെക്സിന്റെ കാര്യത്തിലൊക്കെ.
ഇവിടുത്തെ പോലെ ഒളിക്കാനും പാകാനൊന്നുമില്ല, നേരെ പോകുക. എന്താണ് സാജിദിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ സെക്സ് വർക്കേഴ്സും ആധികാരികമായി ഇത്തരം കേന്ദ്രങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്നത്? അതായത് നമ്മൾ ഈ അച്ഛൻ പറഞ്ഞ ഫെസ്റ്റുകൾ നടത്തുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ആൾക്കാരുടെ വീടിൻ്റെ അടുത്ത് തന്നെ നടത്തി. അപ്പോൾ അന്നൊക്കെ എതിർപ്പുകളായിരുന്നു, ഇതെന്തിനാ ഈ ഫെസ്റ്റ് ഇങ്ങനെ നടത്തുന്നത്. അന്ന് പള്ളിപ്പുറം ബാലൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, നേതാവ്, ഈ മരിച്ചുപോയി, ഈ ജില്ലാ പഞ്ചായത്തിൽ OV നാരായണേട്ടനും മരിച്ചുപോയി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ഇവർ രണ്ടാളും എടുത്ത അത് പറയാതെ പോകാൻ പറ്റും. ഇവർ രണ്ടാളും ഇത് മനസ്സിലാക്കി. അന്ന് ക്ഷേമകാര്യ ചെയർമാനാണ് പള്ളിപ്പുറം ബാലേട്ടൻ, പഞ്ചായത്ത് പ്രസിഡന്റ്. ഇവരൊക്കെ ഈ കാര്യം ബോധ്യപ്പെട്ടു. അപ്പോൾ ഒരു ഓണസദ്യ പരിപാടി വെച്ച്, ശരിക്കും ആരും വിളിച്ചാൽ നമ്മളെ പരിപാടിക്ക് വരൂല, മുനിസിപ്പൽ ചെയർമാനെല്ലാം വരാന്ന് പറയും, ആ സമയം എന്തെങ്കിലും പേരും പറഞ്ഞിട്ട് നമുക്ക് ഒരു അതിഥിനെ കൊണ്ടുവരണ്ടേ. അപ്പൊ പിന്നെ നമ്മളെ മാധ്യമ സുഹൃത്തുക്കള് അന്ന് കുറെ അച്ഛനത് സംസാരിക്കും, അന്നത്തെ മാധ്യമ പ്രവർത്തകർ അന്ന് അവര് വരുമായിരുന്നു. അവര് വന്ന് ന്യൂസും കൊടുക്കും, അതുപോലെ തന്നെ അവർ ഇവരെ കൂടെ ഒക്കെ ഭക്ഷണം കഴിക്കും. പക്ഷേ അന്ന് ഈ OV നാരായണനും ഈ പള്ളിപ്പുറം ബാലേട്ടനും വന്നത് ഈ പ്രവർത്തനത്തിന്റെ വേറൊരു തലം ഉയർത്തി. ആളുകൾ വരാൻ തുടങ്ങി. ഇവരെ ഇരുന്ന് അവരെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു, വർത്താനം പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര, നമ്മളെ ഉള്ളിലും ഭയങ്കര ഒരു പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ക്ഷേമകാര്യ ചെയർമാനും വന്ന് ഇവരെപ്പരം ഭക്ഷണം കഴിക്കുന്നത്, ഇനി നമുക്ക് എന്ത്. അപ്പൊ അവർക്കും ഒരു ആത്മബോധം വളർന്നു. അപ്പൊ ഇത്തരത്തില് അതുപോലെ തന്നെ ഈ 2018 മീഡിയാസിന് മുമ്പിൽ ഇവർ വരില്ല. അപ്പം ഈ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ ഇവർ മൂക്ക് പൊത്തി ബാക്കിലേക്ക് മാറും. ആര് ഈ പറയുന്ന ഈ MSM ആയാലും ട്രാൻസ് കമ്മ്യൂണിറ്റി ആയാലും പിന്നോട്ടേക്ക് മാറും. അന്ന് പക്ഷെ പള്ളത്തച്ഛൻ അന്നേ എടുത്തൊരു സമീപനം, ഇവർ മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്തേ പറ്റൂ. അങ്ങനെയാണ് കണ്ണൂർ വിഷന്റെ 2018 മുതൽ ആ രീതിയിൽ ഒരു ചർച്ച, അവരെന്നെ രംഗത്ത് വന്ന് ആ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഈ ലൈംഗികത എന്ന് പറയുന്ന സാധനം നമ്മൾ ബലം പിടിച്ചു കഴിഞ്ഞാൽ ഇനിയും രഹസ്യമായി നടക്കും. ഇപ്പോ ബലം പിടിക്കേണ്ട ഒരു സാധനം ആകുക. അതായത് നമ്മുടെ ഇപ്പൊ ഇവിടുന്ന് ആൾക്കാർ ഗോവയിൽ പോകണമെന്ന് പറയും. ഗോവയില് അവിടെ ഈ മദ്യവും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഫ്രീഡം ഉണ്ട്. പിന്നെ വിദേശത്തുള്ള ഒരു സ്ഥലം അധികം പറയുന്നേക്കാം എല്ലാവരും പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഈ നാട്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്ത പിന്നെ കഴിഞ്ഞ്, അങ്ങനെ ഒരു ചിന്താഗതിയാണ്. കാരണം പിന്നെ ആളുകൾ പോകുന്നത്. അപ്പൊ ഇവിടുന്ന് എന്തെങ്കിലും ചെയ്താൽ പിന്നെ കാര്യം പോയി. കാരണം എന്താ വെച്ചാൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ പിന്നെ പരാതിയായി ഇത്തരം പ്രശ്നങ്ങൾ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈംഗികത എന്താന്ന് സ്വയം സെൽഫായിട്ട് പോലും ആളുകൾ മനസ്സിലാക്കിയില്ല. സെൽഫായിട്ട് മനസ്സിലാക്കിയില്ല. എൻ്റെ ലൈംഗികത എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നില്ല. അതുകൊണ്ടാണ് കൂടുതൽ ദാമ്പത്യത്തിലും പ്രശ്നങ്ങൾ നേരിടുന്നത്. ഇന്നും ഈ പല കുട്ടികളും ചൂഷണത്തിന് വിധേയമാകുന്നതും പുരുഷന്മാർ ചൂഷണം ചെയ്യുന്നതും അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇങ്ങനെ പറ്റിച്ചെന്ന് പറയപ്പെടുന്നതിൻ്റെ എല്ലാം കാരണം സെൽഫായി ലൈംഗികതയെക്കുറിച്ച് തിരിച്ചറിയാനുള്ള ബോധമില്ല. ജീവന സംസ്കൃതി 25 വർഷം പൂർത്തിയാക്കുന്നു. എന്താണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിന്റെ അച്ചീവ്മെന്റ്? അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങളുടെ വേറൊരു പ്രധാനപ്പെട്ട മേഖലയാണ് HIV AIDS ബാധിതരായ പോസിറ്റീവായിരിക്കുന്ന ആളുകളെ ഇവിടുന്ന് നാടുകടത്തലായിരുന്നു ആദ്യകാലത്ത്. പക്ഷെ അതിന് കാർക്കശമായിട്ടുള്ള നിലപാടെടുത്ത് ഇവരെ നാടുകടത്തേണ്ടവരല്ല, ഇവരോടുള്ള നമ്മുടെ സമീപനമാണ് മാറേണ്ടത് എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് നമ്മളാണ് ഈ കൊട്ടിയൂര് സംഭവം അവിടും പോയി അടികൊള്ളാൻ പോയതാണ്. അത് വലിയ വിവാദമായിരുന്നു. സ്കൂളിൽ പഠിപ്പിക്കലും കൊട്ടിയൂർ സംഭവം. 60 ദിവസം നമ്മളവിടെ താമസിച്ചു, നമ്മളെ ടീം. ഞാൻ, ടൈറ്റസ്, റോഷൻ എന്ന് പറഞ്ഞ ആള്, പിന്നെ ഒരു സ്റ്റീഫൻ, നമ്മൾ 4 ആളും പോയി. ഞാൻ 60 ദിവസം അവിടെ താമസിച്ചിന്. അപ്പോൾ ആദ്യം തന്നെ സ്വന്തം ഈ പറയുന്ന ആളെ വീട്ടിൽ ആങ്ങളെ തന്നെയാണ് നമ്മളെ നേർക്ക് വന്നത്. അത് സ്വത്ത് തർക്കമായിരുന്നു. പിന്നെ ഈ വീട്ടിൽ പണ്ട് കുറച്ച് ചാരായ വാറ്റ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാമൂഹ്യപരമായി ആ വീട്ടിനെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരും കൂടി പഞ്ചായത്തും ഈ പറയുന്ന ക്രിസ്തുരാജ ഹോസ്പിറ്റലിലും കൂടി ഇവരെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അതും നമ്മളെ ശ്രദ്ധയിലേക്ക് പെടുത്തിയത് അന്നത്തെ ഇന്ത്യ വിഷൻ ചാനലിൻ്റെ റിപ്പോർട്ടറാണ്. ഉടനെ നിങ്ങൾ ഇടപെടണം. അപ്പോൾ കളക്ടർ ഉത്തരവിറക്കുന്നത് 4 ആൾ പോകും. അപ്പോൾ DMO ചുമതലപ്പെടുത്തുന്ന ഞങ്ങളെയാണ്. കളക്ടർ നിർദ്ദേശപ്രകാരം ഞങ്ങൾ പോകുന്നത്. പക്ഷെ അന്ന്
എല്ലാ യുവജന സംഘടനകളും അതിൽ കൂടെ ഡിവൈഎഫ്ഐ, യൂത്ത് കോൺഗ്രസ്, കൂടെ നിന്ന്. എല്ലാം അവിടുത്തെ ഒരു വോയിസ് ഓഫ് കൊട്ടി ഒരു ക്ലബ്ബ്, നമ്മുടെ ഈ ഓട്ടോറിക്ഷ വർക്കേഴ്സും CITU തൊഴിലാളികൾ, CIT, INTC, അതുകൊണ്ട് ആ കുടുംബത്തെ നമുക്ക് അവിടെ തന്നെ നിർത്താൻ പറ്റും. കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തുണ്ട്? നല്ല അവര് കുട്ടികൾ പഠിച്ചു വളർന്നു, എല്ലാം വലിയ ലെവലിലേക്ക് നല്ല എത്തി. പക്ഷെ വലിയ ലെവലിലേക്ക് പക്ഷെ അവർക്ക് ഇപ്പോ എന്നാലും ജോലിയൊക്കെ കിട്ടണം. ആ മക്കള് ആ രീതിയിൽ ആയി വരുന്നേ ഉള്ളൂ. വരുന്നേ ഉള്ളൂ. ഒരു നല്ല സ്റ്റാറ്റസ് ഒക്കെ ഉയർന്നു. അവർ മക്കളൊക്കെ അപ്പൊ എയ്ഡ്സ് പഠിച്ചു. രോഗികളെ സമൂഹം ഒറ്റപ്പെടുത്തി നാട് കടത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് അവരെ ചേർത്ത് നിർത്താൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു. തീർച്ചയായിട്ടും അല്ലെ? അതുപോലെ തന്നെ തെരുവിൽ കഴിഞ്ഞ മനുഷ്യരെ ചേർത്ത് നിർത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു. അതാണ് നമ്മുടെ സക്സസ്. അതാണ് ഞങ്ങള് ഈ വെറും HIV AIDS പ്രൊവിൻഷ്യലിൽ മാത്രം നിന്നില്ല. അങ്ങനെ ചെയ്തതാണ് കേരളത്തിലെ ഒട്ടുമിക്കവാറും പ്രോജക്റ്റുകൾ. നമ്മൾ അതിനപ്പുറത്തേക്ക് പോയി. അതിനപ്പുറത്തേക്ക് പോയി ഇവരുടെ സ്റ്റിഗ്മ റിഡക്ഷൻ ആക്ടിവിറ്റീസിലും അവരുടെ എംപവർമെന്റിലും അവരുടെ ശാക്തീകരണത്തിലും ഇടപെട്ടു. കാര്യമായ സംഭാവന. അതിന് HIV ബാധിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് CDNP+ എന്ന് പറയുന്ന സംഘടന ഞങ്ങൾ ഉണ്ടാക്കി. അവര് മാത്രം ഉൾക്കൊള്ളുന്ന സംഘടന ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നുണ്ട്, നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ട്. അവര് പുറത്തു വരും, വർത്തമാനം പറയും, ചർച്ചയിൽ പങ്കെടുക്കും. പിന്നെ അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ചോല, ഈ ലൈംഗിക തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടി ചോല, ഈ MSM-നും ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും വേണ്ടി സ്നേഹതീരം, ചോല, പിന്നെ CDNP+, പിന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്തിൽ പ്രപ്പോസൽ കൊടുത്തുകൊണ്ട് ഈ മൈഗ്രൻസ് സുരക്ഷാ പദ്ധതി നടത്തിപ്പ് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സംഭവങ്ങളാണ്. സക്സസ് സ്റ്റോറിയിൽ ഒരു വെറൈറ്റിയാണ് ഇവർ. എന്താ കാരണം എന്നറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പണ്ട് സെക്സ് ആസ്വദിക്കുന്നതിനിടയിലും അല്ലാതെയൊക്കെ HIV ബാധിച്ചു. കൊട്ടിയൂരിലൊന്നും സെക്സ് ആസ്വദിച്ചിട്ടല്ല കുട്ടികൾക്ക് വരുന്നത്. പല കോലത്തിലും പല ഭാവത്തിലും എയ്ഡ്സ് കടന്നുകൂടുകയും അവരെ സമൂഹം ഒറ്റപ്പെടുത്തുകയും ചെയ്തിരുന്ന ഒരു കാലത്താണ് ജീവന സംസ്കൃതി മുന്നോട്ട് വരുന്നത്. എയ്ഡ്സ് രോഗികളെ ചേർത്ത് പിടിച്ചു. തെരുവിൽ ആരോരുമില്ലാതെ നടന്ന മനുഷ്യരെ, അത് 1-2 അല്ല, 550 പേരെ ചേർത്ത് പിടിച്ചു. അങ്ങനെ വ്യത്യസ്ത ആരും ശ്രദ്ധിക്കാത്ത, നമുക്ക് സക്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കാണുക പല രീതിയിലുള്ള ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലുള്ള മനുഷ്യരെയാണ്. അങ്ങനെയല്ല, അതിനപ്പുറത്തേക്കും മനുഷ്യരെ ചേർത്ത് പിടിച്ച ചിലർ നമ്മുടെ മുന്നിലുണ്ട്. അവരാണ് ഇന്നത്തെ കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിൽ എത്തുന്നത്. കണ്ണൂർ വിഷനും സക്സസ് സ്റ്റോറിയും അവരോടൊപ്പമാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പമാണ് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രേക്ഷകർക്കും വിലയേറിയ സമയം ഞങ്ങൾക്ക് നൽകിയ ഡോക്ടർ പള്ളത്തിനും സാജിദിനും നന്ദി, നമസ്കാരം.